ഈ മൂന്നാം സാമ്രാജ്യത്തിലെ പ്രബല ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ, അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്നുള്ള പഠനത്തിൻ്റെ ആമുഖം. വായിച്ചുള്ളൂ. 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ അങ്ങ് വായിച്ചോ താഴോട്ട്. ദാനിയേൽ എന്ന എനിക്ക് ആദിയിൽ ഉണ്ടായതിന്റെ ശേഷം ബേൽശസ്സർ രാജാവിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ഒരു ദർശനമുണ്ടായി. ഞാൻ ഒരു ദർശനം കണ്ടു. ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിലായിരുന്നപ്പോൾ അത് കണ്ടു. പിന്നെ ഞാൻ ഊലായി നദീതീരത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു. ഞാൻ തലപൊക്കിയപ്പോൾ 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്ന കണ്ടു. 20-ാം വാക്യമനുസരിച്ച് അത് പേർഷ്യയാണ്. പിന്നെ ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. പിന്നെ ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത്. പേർഷ്യയും മേദ്യയും ഒരുമിച്ചുള്ള സാമ്രാജ്യത്തിൽ പേർഷ്യ മേദ്യയേക്കാൾ അല്പം പ്രബല രാജ്യമായിരുന്നു. മേദ്യ അല്പം വീക്കായ ഒരു ഭൂപ്രദേശമായിരുന്നു, രാജ്യമായിരുന്നു. പിന്നെ അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു. പേർഷ്യക്കായിരുന്നു. ദാര്യാവേശിന്റെ മേദ്യക്ക് ശേഷം ഒടുക്കമായിരുന്നു അതിനവസരം കിട്ടിയത്. പിന്നെ ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു. തൊട്ടടുത്ത രാജ്യങ്ങളെ മുഴുവൻ ആക്രമിച്ച് വിശാലമായ ഇന്ത്യ വരെ അതിർത്തി വ്യാപരിച്ച് ആ ആട്ടുകൊറ്റനാകുന്ന പേർഷ്യൻ സാമ്രാജ്യം വിസ്തൃതി വർദ്ധിപ്പിച്ചു. പിന്നെ ഒരു മൃഗത്തിനും അതിന്റെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. ഒരു രാജ്യത്തിനും അവരോട് യുദ്ധം ചെയ്ത് ജയിക്കാനാവാത്ത വിധം കരുത്തുറ്റവരായിട്ട് അവർ മാറി. പിന്നെ അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാകുന്നവനും ആരുമില്ല. പിന്നെ അതിഷ്ടം പോലെ ചെയ്തു വമ്പ് കാട്ടിപ്പോന്നു. അതുകൊണ്ട് അഹങ്കാരം മൂത്ത പേർഷ്യ ഇഷ്ടം പോലെ ചെയ്തും വമ്പ് കാട്ടിയും പോന്നു. പിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടി വന്നു. അപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഒരു കോലാട്ടുകൊറ്റൻ, അവൻ്റെ വരവ് നോക്കി, സകല ഭൂതലത്തിലും കൂടി നിലം തൊടാതെ വന്നു. ആ വരവുണ്ടോ? വേഗത കൊണ്ട് അലക്സാണ്ടർക്ക് കാലുകുത്താൻ പറ്റുന്നില്ല. വെട്ടിപ്പിടിച്ച് പോരുക. അതുകൊണ്ട് സകല ഭൂതലവും വഴി നിലം തൊടാതെ ഒരു കോലാട്ടുകൊറ്റൻ പാഞ്ഞു വന്നു. പിന്നെ ആ കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായൊരു കൊമ്പുണ്ടായിരുന്നു. ദൈവജനത്തിന്റെ സവിശേഷത നോക്കുക. മഹത്തായ ഗ്രീക്ക് സാമ്രാജ്യത്തിലെ കരുത്തനായ ഒരു ചക്രവർത്തിയെ ചൂണ്ടിക്കാട്ടി പറയുക, ഇതാവൻ സകല ഭൂതലവും വഴി നിലം തൊടാതെ വന്നിരിക്കുന്നു. കണ്ണുകൾക്ക് നടുവിൽ വിശേഷ ശോഭയുള്ള, കൊമ്പുകൾക്ക് നടുവിൽ വിശേഷ ശോഭയുള്ള കണ്ണ്. പിന്നെ അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുള്ള ആട്ടുകൊറ്റന്റെ നേരെ ഉഗ്ര ക്രോധത്തോടെ പാഞ്ഞു ചെന്നു. പിന്നെ അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. അതിനെ ഇടിച്ചു അതിന്റെ കൊമ്പ് 2ഉം തകർത്തു കളഞ്ഞു. മേദ്യയും പേർഷ്യയും തകർത്തു കളഞ്ഞു. ഇനിയുള്ളതാണ് പഠിക്കേണ്ടത്. ഇന്നലെ ഇവരുടെ പറഞ്ഞ അത് പറഞ്ഞിട്ട് ഇനി മുമ്പോട്ട് പോകാം. വാക്യം വായിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. മഹാനായ അലക്സാണ്ടർ ഇങ്ങനെ അനവധി യുദ്ധം ചെയ്തു, പല രാജ്യങ്ങൾ പിടിച്ചു. ചിലയിടത്ത് തിരിച്ചടി വന്നു. തിരിച്ചടി വന്നതും പിന്നെ ജയിച്ചു. ഒടുവിൽ പലയിടത്ത് യുദ്ധം ചെയ്ത് വന്ന വഴിക്ക് അദ്ദേഹം ഒരു സ്ഥലത്ത് വന്നു. അത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെയാണ്. ആ സ്ഥലത്തിൻ്റെ പേര് കൂടി ഞാൻ നിങ്ങളോട് പറയാം. ആ സ്ഥലത്തിൻ്റെ പേര് വളരെ പ്രസിദ്ധമാണ്, തർസോസ്. തർസോസ് പ്രസിദ്ധമാകാൻ കാരണം പൗലൂസിൻ്റെ നാടാണതല്ലേ. പൗലൂസിൻ്റെ നാടായ തർസോസിനൊരു പ്രത്യേകതയുണ്ട്. അതുവഴി ഒരു നദി ഒഴുകുന്നു. അതിൻ്റെ പേര് സിഗ്നസ് എന്നാണ്. ഈ സിഗ്നസ് ലോകത്തിലെ തന്നെ തണുപ്പേറിയ നദികളിൽ ഒന്നാണ്. ഈ നദിയിലൂടെ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് പായ്ക്കപ്പലുകളിൽ ആളുകൾ സഞ്ചരിക്കും. അങ്ങോട്ടൊരു സുഖവാസ കേന്ദ്രമാണ്. ഇതുവഴി പായ്ക്കപ്പലിൽ ഈജിപ്തിലെ ആൻ്റണിയും ക്ലിയോപാട്രയും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അത്തരമുള്ള രസകരമായ യാത്ര. അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പൗലൂസ് അവിടുത്തുകാരനായിരുന്നു. അലക്സാണ്ടറും പൗലൂസും തമ്മിൽ കണ്ടിട്ടില്ല. കാരണം എന്താ? കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവർ തമ്മിൽ 300 കൊല്ലത്തെ അകലമുണ്ട്. അദ്ദേഹത്തിന് 300 കൊല്ലം ശേഷമാണ്
പൗലോസ്ലീഹ. കാരണം ഇത് BC അങ്ങനെ ഇരിക്കെ ഇതേ ഈ സ്ഥലത്ത് വന്നു. പലയിടത്ത് യുദ്ധം കഴിഞ്ഞു വരുന്ന അദ്ദേഹം ഒരു വിശ്രമത്തിനൊക്കെ ആയിട്ട് വന്നാണ്. പക്ഷെ അവിടെ വരുമ്പോൾ വയസ്സ് 32, 33 ഉള്ളൂ. ചെറുപ്പക്കാരനാണ് അദ്ദേഹം. ഒരു ചെറിയ പനിയുള്ള സമയത്തായിട്ട് കുത്തിയ പനിയൊക്കെ അദ്ദേഹത്തുണ്ട്. അതിൻ്റെ ക്ഷീണമുണ്ട്. പനി വക വയ്ക്കാതെ ആളുകൾ വെള്ളത്തിൽ ചാടുന്ന ചാട്ടം കണ്ട് പുള്ളിയെടുത്ത് ചാടി. ആരും തടഞ്ഞാൽ നിൽക്കുമോ? രാജാവാണ്. ആ തണുത്ത വെള്ളത്തിൽ നീന്തി കുളിച്ച് ഇടയ്ക്ക് കയറുമ്പോഴേക്കും വൈറസുകൾ ശരീരത്തെ പൊതിഞ്ഞു. അത് ബാക്ടീരിയയ്ക്കോ വൈറസിനോ അറിയോ? ഇത് അലക്സാണ്ടർ ദ ഗ്രേറ്റാന്ന് വല്ലതും അറിയോ? അങ്ങനെ ചെയ്യരുതെന്ന് വല്ലതും അറിയോ? കയറി അങ്ങ് പിടിച്ചു. ഒടുവിൽ അലക്സാണ്ടർ ക്ഷീണിതനായി. അലക്സാണ്ടർ വിറച്ചു. കണ്ണുകൾ ചോര നിറത്തിലേക്ക് മാറി. അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഏത് നദിയിൽ അവസാനം കുളിച്ചത്? സിറ്റ്നസ്. സ്ഥലം എവിടെ? ഉലകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ വന്നവൻ്റെ അവസാനത്തെ കുളി ഈ സിറ്റ്നസിലായിരുന്നു. മറക്കണ്ട. അവിടുന്ന് ബാബിലോണിലെ പിശക്കുരന്മാർ അദ്ദേഹത്തെ കിടത്തി പരിശോധിച്ചു. വാറ്റുമരുന്നുകളും നീറ്റുമരുന്നുകളും ഒക്കെ കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ്. വയസ്സ് 32 അല്ലെങ്കിൽ 33. ആ കിടപ്പിൽ അദ്ദേഹത്തിനൊരു പ്രശ്നമുള്ളത്, പ്രായമായ മക്കളില്ല. 3 വയസ്സുകാരനാണെന്നുള്ള മോൻ. അതവസ്ഥ. പക്ഷേ അദ്ദേഹത്തിന് 4 സൈനിക മേധാവികളുണ്ടായിരുന്നു. സൈനിക മേധാവികളിൽ ഒരുത്തൻ്റെ പേര് രസകരമായിരുന്നു, കസാണ്ടർ. അലക്സാണ്ടറുടെ സൈനിക മേധാവിയുടെ പേര് കസാണ്ടർ. ഈ കസാണ്ടർ വിവാഹം കഴിച്ചത് അലക്സാണ്ടറുടെ ഹാഫ് സിസ്റ്ററെ ആയിരുന്നു. അതായത് ഫിലിപ്പ് രാജാവിൻ്റെ മകളെ. അമ്മ 2. ഏതായാലും എഴുതുകയല്ല, പെണ്ണിൻ്റെ പേരുടെ പഠിച്ചു നോക്കൂ. വളരെ എളുപ്പമുള്ള പേര്, നിങ്ങൾ ആരും മറക്കില്ല. ഒരു തവണ കേട്ടാൽ മറക്കാത്ത പേര്. ഒറ്റത്തവണ കൊണ്ടോർത്തിരിക്കും. ആ പെങ്കൊച്ചിൻ്റെ പേര് തെസലോനിക്ക. മറക്കോ? നമ്മൾ മറക്കൂല. അലക്സാണ്ടറുമായി ബന്ധപ്പെട്ടൊരു 3-4 സ്ഥലപ്പേര് ബൈബിളുണ്ട്. അലക്സാൻഡ്രിയ അങ്ങനെ പേരിൽ നിന്ന. അപ്പൻ്റെ പേര് ഫിലിപ്പ്. അതിൽ നമുക്കൊരു സ്ഥലം കിട്ടി, ഫിലിപ്പിയ. സഹോദരൻ്റെ പേര് തെസലോനിക്ക. അതിൽ നമുക്കൊരു സ്ഥലപ്പേര് കിട്ടി, തെസലോനിക്ക. എന്താ കാരണം? സഹോദരയുടെ പേര് നിലനിർത്താൻ അലക്സാണ്ടർ ഒരു പട്ടണത്തിനിട്ട പേരാണ് തെസലോനിക്ക. അവിടെ നമുക്കൊരു ചർച്ചുണ്ടായിരുന്നു. ആ ചർച്ചിനെഴുതിയ ലേഖനമാണ് 1-2 തെസലോനിക്ക ലേഖനങ്ങൾ. ശരി. അപ്പം അയാളുടെ കുടുംബത്തിൽ ഒത്തിരി പറയണ്ട. സൈനികന്മാരിൽ ഒരുവൻ്റെ പേര് കസാണ്ടർ. രണ്ടാമൻ്റെ പേര് ലസിമാക്കസ്. ആൻഡ് തേർഡ് വൺ ടോളമി. ടോളമിയുടെ സ്പെല്ലിംഗ് PTO എന്ന് തുടങ്ങണം. P സൈലൻ്റാണ്. ടോളമി. 4-മത്തെ ആൾ സെലൂക്കസ്. പേരുകൾ ആവർത്തിക്കുന്നു. അലക്സാണ്ടർ ഒരു സൈനികൻ്റെ പേര് കസാണ്ടർ. അലക്സാണ്ടറുടെ മറ്റൊരു സൈനികൻ്റെ പേര് ലസിമാക്കസ്. അടുത്തവൻ്റെ പേര് ടോളമി. അടുത്തവൻ്റെ പേര് സെലൂക്കസ്. ഇത്രയും പഠിച്ചുകൂടെ? കുതിരയുടെ പേരുടെ പഠിച്ചു. വിശേഷപ്പെട്ടൊരു കുതിര ഉണ്ടായിരുന്നു, ആരെയും തൊടാൻ സമ്മതിക്കാത്തൊരു കുതിര, ബ്യൂസിഫാലസ്. അതിൻ്റെ പുറത്താണ് അദ്ദേഹത്തിൻ്റെ എപ്പോഴത്തെയും യാത്ര. ഓക്കെ, അതൊക്കെ പോട്ടെ. ഒത്തിരി പഠിക്കാനുള്ള കഥയാണ് അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ ഇദ്ദേഹം ആ കിടപ്പങ്ങനെ കിടക്കല്ലേ. ഈ ഘട്ടത്തിൽ 4 സൈനിക മേധാവികൾ അദ്ദേഹത്തിൻ്റെ ആ കട്ടിലിൻ്റെ ഓരത്ത് നിൽപ്പുണ്ട്. 4 നിൽക്കുക. ചില നാളുകളിലെ കിടപ്പിന് ശേഷം അലക്സാണ്ടർ കണ്ണു തുറന്നു എന്നറിഞ്ഞ് കാണാൻ വന്നാൽ പെട്ടെന്ന് അവർ നിൽക്കുക അടുത്ത്.
കണ്ണു തുറന്ന് അലക്സാണ്ടർ അവരെ മാറി മാറി നോക്കി. ഒടുവിൽ അദ്ദേഹമേറെ സ്നേഹിച്ച ഒരു സൈനികനുണ്ടാക്കൂടെ, ലെസിമാക്കസ്. അദ്ദേഹം ലെസിമാക്കസിൻ്റെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കി. എന്തോ പറയാൻ വേണ്ടി ആ നാവ് തുടിക്കുന്നു എന്ന് മനസ്സിലായി. ലെസിമാക്കസ് അടുത്തേക്ക് ചെന്നിട്ട് കാത് കുർപ്പിച്ച് പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലയോ ചക്രവർത്തി, അരുളി ചെയ്താലും. നാവിൻ്റെ അരികിലേക്ക് കാത് കുർപ്പിച്ച് പിടിച്ചു കണ്ട് പറയുക, ചക്രവർത്തി പറയൂ, ഏത് വഴിക്കാണ് നമ്മുടെ പടയാളികൾ യാത്ര പുറപ്പെടേണ്ടത്? ഏത് രാജ്യമാണ് വെട്ടിപ്പിടിക്കേണ്ടത്? ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അങ്ങീ കിടക്ക വിട്ടുണരുമ്പോഴേക്കും ഗ്രീസിൻ്റെ ഭൂപടത്തോട് ഞങ്ങൾ പുതിയൊരു രാജ്യം കൂടി തുന്നിപ്പിടിപ്പിച്ചിരിക്കും. പറയൂ, ഇതുവഴി പോകണം. മറുപടി, 2 കണ്ണീർ കണങ്ങൾ അലക്സാണ്ടർ കണ്ണിൽ നിന്ന് ചാടി. കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണീര് തുടയ്ക്കാൻ പാടുപെട്ടുകൊണ്ട് അലക്സാണ്ടർ പറഞ്ഞു, ലെസിമാക്കസ്, എനിക്കിനി ആജ്ഞാപിക്കാൻ ത്രാണി പോരാ. പ്രഭോ, ആജ്ഞാപിച്ചാലും എന്ന് പറഞ്ഞ ലെസിമാക്കസ് ഈ പദം കേട്ട് പൊട്ടിക്കരഞ്ഞു. ജീവിതത്തിൽ ഒരിക്കൽ പോലും അപേക്ഷിച്ച് ശീലമില്ലാത്ത ചക്രവർത്തി പറയുക, എനിക്കൊരപേക്ഷ. എന്താണ് അപേക്ഷ? ലെസിമാക്കസ്, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ മരിക്കും. ചേതനയറ്റ എൻ്റെ ശവശരീരം പേറി നിങ്ങൾ ഈ തെരുവീതിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നാടും നഗരവും ഉണർന്ന് പുഷ്പവൃഷ്ടി ചൊരിഞ്ഞെനിക്ക് അന്ത്യയാത്ര നൽകുമ്പോൾ ആളുകൾ പറയും, ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചവൻ ദാ പോകുന്നു. അവരോട് പ്രതികരിക്കാൻ എനിക്ക് വാക്കില്ലല്ലോ. അതുകൊണ്ട് അവരറിയട്ടെ, ഒരു പിടി മണ്ണും ഒരു നാണയത്തുട്ടും ഒരു പിടി ഭക്ഷണവും ഒരു നികുതിപ്പണവും ബ്യൂസി ഫാലസിനെയോ ഇഷ്ടപ്പെട്ട മറ്റു കുതിരകളെയോ സ്ത്രീജനങ്ങളെയോ ഒന്നും കൊണ്ടുപോകാതെ ഈ കരങ്ങൾ ശൂന്യമാണെന്നറിയാൻ എൻ്റെ കരങ്ങൾ രണ്ടും ശവമഞ്ചത്തിന് സുഷിരമുണ്ടാക്കി പുറത്തേക്കിടണം. അവരറിയട്ടെ, ഈ കരം ശൂന്യം. കാലങ്ങൾക്കപ്പുറത്തല്ലേ ബൈബിൾ വിളിച്ചു പറഞ്ഞത്, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം. ഇന്ന് ഈ വചനം കേൾക്കുന്നവർക്കിടയിൽ നിങ്ങൾ ലൈവിലിരുന്ന് കേൾക്കുകയോ ഇവിടെ നിന്ന് മാക്കൊള്ളട്ടെ, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം. ഏത് ശതകോടീശ്വരനും സഹസ്രകോടീശ്വരനും ഉലകത്തിലേത് വലിയ സമ്പന്നനും തെരുവിൽ ഭക്ഷണത്തിന് ഭിക്ഷയാചിച്ച് കിടക്കുന്ന യാചകനും അലക്സാണ്ടർ ദ ഗ്രേറ്റിനും മരണം കൊടുത്ത നീതി ഒരൊറ്റ നീതിയാണ്, ഒറ്റ നീതി. അലക്സാണ്ടറെ ആക്രമിച്ച അതേ അണുക്കൾ തെരുവോരത്ത് വീണ് കിടക്കുന്ന യാചകനെയും അരിക്കും. മരണത്തിന് കണ്ണില്ല, അതിന് ജാതിയില്ല, മതമില്ല, സമ്പത്തില്ല. പക്ഷെ ഭക്തന് മാത്രം ഭയം വേണ്ട. മരണത്തെ ഭയമില്ലാത്തവന്റെ മാർഗമാണ് സുവിശേഷത്തിന്റെ മാർഗം, മരണത്തെ ജയിച്ചവന്റെ മാർഗം. ആ മരണത്തിന്റെ പരിമിതി തിരിച്ചറിഞ്ഞ പൗലോസ് പറയുക, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നത് എനിക്കേറെ നല്ലത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിലൊരു സന്തോഷമുണ്ട്. അവിടെ പറഞ്ഞ് അങ്ങോട്ട് വരാം. അലക്സാണ്ടർ മരിച്ചു. അദ്ദേഹം ജീവിതം ആരംഭിച്ചത് മാസിഡോണിയയിൽ നിന്നാണ്. ഉലകമൊക്കെ വെട്ടിപ്പിടിച്ചു കോടാനുകോടികളുടെ സ്വത്തും വേണ്ടതെല്ലാം സമ്പാദിച്ച് കുതിരകളും സമ്പത്തും രാജ്യവുമെല്ലാം പിടിച്ചെടുത്തൊരു ഭാഷയുടെ കീഴിൽ ലോകത്തെ ആക്കിയുള്ള വരവാ. ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു ഈ വരവിന്. പക്ഷെ ശൗലിൻ്റെ നാടായ തർസോസിൽ വന്നപ്പോൾ ഓട്ടം നിലച്ചു. അതിലെ തണുത്ത ജലം, കുത്തിയ കൊതുക് രണ്ടും കൂടിയപ്പോൾ അലക്സാണ്ടർ തീർന്നു. അത്ര ഉള്ളായിരുന്നു. പക്ഷേ ചെറുപ്രായം മുതലേ വള്ളി നിക്കറിട്ട പ്രായമുണ്ടല്ലോ, ആ പ്രായം മുതൽ ഈ വെള്ളത്തിലെടുത്ത് ചാടി കുളിച്ചവൻ്റെ പേരാ പൗലൂസ്. ഈ തണുപ്പൊത്തിരി കണ്ടവനാ ജീവിതത്തിൻ്റെ. കയ്യിൽ 10 രൂപയില്ലാതെ
സഞ്ചരിക്കാനൊരു കുതിരയോ കഴുതയോ സ്വന്തമില്ലാതെ, പിന്തുണയ്ക്കാൻ ആരുമില്ലാതെ ഒറ്റക്കൊരുത്തൻ അവിടുന്ന് പടപുറപ്പെട്ടു. പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളായിരുന്നില്ല. ഏത് കോട്ടകളെ മെടിക്കുന്ന ദൈവവചനം കൊണ്ട് യാത്ര തുറന്നിട്ട് ഉലകത്തിന്റെ പല മണ്ഡലങ്ങൾ വെട്ടിപ്പിടിച്ച് ഒടുവിൽ വിളിച്ചു പറയാ, അലക്സാണ്ടറെ, നീ തോറ്റെടുത്തിതാ, പൗലോസ് ജയിച്ചു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഉലകത്തിന്റെ രാഷ്ട്രമീമാംസകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നുടയുമ്പോൾ നിലനിൽക്കുന്ന രാജ്യം യേശുവിന്റെ രാജ്യം. അതുകൊണ്ട് തിരുവെടുത്ത് പറയുക, ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം. ആ നഗരം കൺപാർത്താണ് നമ്മുടെ യാത്ര. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് ഒറ്റയ്ക്ക് യാത്ര തുടർന്നേ. അവസാന നിമിഷമൊന്നും ഇങ്ങനല്ല. എനിക്ക് ആ അവസാന നിമിഷം ഒന്ന് പറയാതിരിക്കാൻ തരയില്ല. ഈ മനുഷ്യനെ പിടിച്ച് ജയിലിലിടുന്നെന്തിനാ? സുവിശേഷം പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞാൽ വേറെ കുറ്റമൊന്നുമില്ല. അങ്ങോട്ടിടുമ്പോൾ വിശേഷിച്ച് ഈ മരിക്കാൻ വേണ്ടി കൊണ്ടിടുന്ന കരുതൽ തടങ്കലുണ്ട്. ആ കിടക്കുന്ന ആൾ നാളെ മുതൽ എപ്പോൾ വേണമെങ്കിലും മരിക്കാം. അതിന് വേണ്ടിയിട്ടിരിക്കുക. മരിക്കുമെന്ന് ഉറപ്പിച്ചിടുന്ന സെല്ല അത്. കണ്ടംഡ് സെൽ, അങ്ങനെ അതിന് പറയുക, സാങ്കേതിക പദം. അത്തരം സെല്ലുകളെക്കുറിച്ചൊക്കെ ഞാൻ ഒരു ഇതിൽ പറയുന്നുണ്ട്. ഗുഹകളിലായിരുന്നു പുരാതന ലോകത്ത് ഇത്തരം സെല്ലുകൾ ഉണ്ടാക്കുന്നത്. അതിനകത്താണ് കൊണ്ട് തട്ടുന്നത്. അതിനിങ്ങനെ അടികളൊക്കെ വെച്ച് പിടിപ്പിക്കും. അതിനകത്താണ് കിടക്കുന്നത്. യോഹന്നാനെയും മറ്റുമിട്ട മക്കാറസ് ഗുഹയുണ്ട്. അതൊക്കെ ഇത് യോർദാനിൽ ചെല്ലുന്ന ആളുകൾക്ക് കാണാൻ പറ്റും. മക്കാറസ് ഇതുപോലെ സ്ഥലത്ത് ഇട്ടിരിക്കുക. ആ കിടക്കുന്ന കിടപ്പിൽ അദ്ദേഹത്തിന് നിരാശയൊന്നുമില്ല. അവിടെ കാവൽ നിൽക്കുന്ന ആളുകളെയൊക്കെ നോക്കിയിട്ട് ഈ വിധിക്ക് വിധേയരായ ഹതഭാഗ്യന്മാർ ഏതായാലും മരിക്കുക, അതുകൊണ്ട് വായി വരുന്നൊക്കെ വിളിച്ചു പറയും. കൈസറെ ചീത്ത പറയുക, അനാവശ്യം വിളിച്ചു പറയുക. കുറേ കഴിയുമ്പോൾ സമനില തെറ്റി ഭ്രാന്തന്മാരാകുക. ആ സ്ഥിതി വരും. പക്ഷെ പൗലോസിന് മാത്രം ജയിലിനകത്തോട്ട് പോയപ്പോൾ ഒരു ദുഃഖമില്ല. അദ്ദേഹത്തിൻ്റെ ആ സന്തോഷം കണ്ടിട്ട് കാവൽ നിൽക്കുന്ന ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി, അങ്ങക്കെന്താ ഇത്ര സന്തോഷം? പുള്ളി പറഞ്ഞു, ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണോ ജയിലിൽ കിടക്കുന്നത്? എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ ആ സന്തോഷം കണ്ട് അവർ ചെല്ലിൻ രക്ഷിക്കപ്പെട്ടു. ആരാ? കൈസർക്ക് വേണ്ടപ്പെട്ട ആളുകൾ. ഉപദേശി കള്ളം പറയുന്നല്ല. കാലമേറെ കഴിഞ്ഞപ്പോൾ പൗലോസ് വിളിച്ചു പറയുകയാണ്, കൈസറുടെ അരമനയിലുള്ളവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. എന്താ മനസ്സിലായി? കൈസറെ, പ്രസംഗിക്കരുതെന്ന് പറഞ്ഞ് നീ ഞങ്ങളെ പിടിച്ചകത്തിട്ടാൽ നിന്റെ വീടിൻ്റെ അകത്ത് കയറി ഞങ്ങൾ ചർച്ച പ്ലാൻ ചെയ്യും. അത്രേ ഉള്ളൂ. കൈസറുടെ അരമനയിലുള്ളവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. മണി പറ്റിച്ച് എപ്പോഴാണെന്നറിയോ? ആത്മനിറവ് വന്നാൽ അങ്ങനെ നമുക്ക് ജയിലിൽ വന്നൊരു വിഷയമല്ല, ഒരു പ്രശ്നമല്ല. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ ഹതഭാഗ്യനായിട്ടൊന്നുമല്ല മരിച്ച്. മാത്രമല്ല, ഒരു ഭീകര സംഭവം ഉള്ളത്, ഈ മരിച്ചവൻ്റെ ഇങ്ങനെ അകത്തിട്ടവൻ്റെ ഈ കൊല്ലുന്നോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൂടെ എഴുതി ഇങ്ങനെ കാണാൻ പാകത്തിന് തൊട്ടുകൊണ്ടിൽ റോമൻ ഭാഷയിൽ ആലേഖനം ചെയ്തു വെക്കും. തർസോസിലെ ശൗൽ, പ്രായം 61, ജനനം തർസോസ്, ഡീറ്റെയിൽ എല്ലാം എഴുതും. ചെയ്ത കുറ്റം, ഇയാളുടെ തൂക്കം എല്ലാം എഴുതിയിട്ട് മരണത്തിൻ്റെ ആ ഡേറ്റ് മാത്രം പൂരിപ്പിക്കാതെ പറ്റിയിടും. എൻ്റെ അർത്ഥം എപ്പോഴും കൊല്ലാം. എല്ലാവരും ഇത് കണ്ട് ഭയപ്പെട്ടപ്പോൾ, അത് കണ്ട് മനോനില തെറ്റിയപ്പോൾ ഒരുത്തം മാത്രം ആ ബോർഡ് വായിച്ചിട്ട് കുരിന്തർക്കൊക്കെ ലേഖനം എഴുതുമ്പോൾ വിളിച്ചു ചോദിക്കുക നമ്മളോട്, ഹേ മരണമേ, നിന്റെ ജയവിടെ? നീ ജയിക്കാൻ പോകുന്നില്ല. നിനക്ക് പൗലൂസിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന നമുക്കും ഭയത്തിൻ്റെ നേരെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയാ, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഏത് തിന്മയ്ക്ക് തിരിക്കും ഭക്തന്റെ നിലപാട്, നിനക്കെന്നെ തോൽപ്പിക്കാനാവില്ല. ജയമെടുത്ത യേശു എൻ്റെ ഓഹരിയായി, എൻ്റെ അനുഗ്രഹമായി കൂടെയുണ്ട്. സ്തോത്രം. അപ്പോൾ നമുക്ക് ചർച്ച തുടരണം. ഏതായാലും അലക്സാണ്ടർ മരിച്ച രംഗം പറയണം. പൗലോസിനെ വിടാം. നമ്മുടെ പ്രത്യാശയ്ക്ക് വേണ്ടി പറഞ്ഞ സെയിന്റ് പോൾ പൗലൂസ്, അദ്ദേഹം ജയമെടുത്തെടുത്ത് അലക്സാണ്ടർ തോറ്റതാണ് നമ്മുടെ വിഷയം. അത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അലക്സാണ്ടർ മരിച്ചു. നമ്മുടെ 3 വയസ്സുകാരൻ പയ്യൻ കുറച്ചു നാളൊക്കെ അധികാരത്തിലിരുന്നെങ്കിലും ഏറ്റില്ല.
കൊച്ചനെ ഇതെല്ലാം ഇട്ട് അവിടെ കൊണ്ടിരുത്തി. കുറേ കഴിഞ്ഞപ്പോൾ അവനോട്ട് ഇറങ്ങി പോകുന്നുമില്ല. രാജാവ് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പുരാതന ലോകത്തൊക്കെ പറ്റിയൊരു പറ്റാണ്. ഒടുവിൽ രാജ്യം 4 തുണ്ടുഭൂമികളായി വിഭജിക്കപ്പെട്ടു. പിടിയിട്ടോ? 4 ഭാഗങ്ങളായിട്ട് രാജ്യം വിഭജിക്കപ്പെട്ടു. എങ്ങനെയൊക്കെ പറയാം. 4 സേനാധിപന്മാർ ചേർന്ന് 4 ഭാഗങ്ങളാക്കി ഈ മഹാസാമ്രാജ്യത്തെ വീതിച്ചെടുത്തു. ആരൊക്കെ? കസാൻഡറും ലസിമാക്കസും ടോളമിയും പിന്നെ സെലൂക്കസും ചേർന്ന് വീതിച്ചെടുത്തു. ഇതൊക്കെ ചരിത്രത്തിലുള്ള കാര്യമാണ്. അതെന്തിനാ ഇത്ര കണ്ട് പറഞ്ഞാൽ പറയാം. ഇവന്മാരിത് വീതിക്കുന്നതിന് മുമ്പ് ദാനിയേൽ 300 കൊല്ലം മുമ്പ് ഈ രംഗം ആത്മാവിൽ കണ്ടു. അത് പറയാനാണ് ഞാൻ ഈ വിഷമിച്ചത്. വായിച്ചോളൂ, നേരാണോ നോക്കാം. കോലാട്ടുകൊറ്റൻ ഏറ്റവും വലിയതായി തീർന്നു. എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നുപോയി. പിന്നെ അതിനു പകരം ആകാശത്തിലെ കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായിത്തീർന്നു. അത് വലുതായപ്പോൾ, പ്രബലനായപ്പോൾ അതിന്റെ വലിയ കൊമ്പ് തകർന്നു. അലക്സാണ്ടർ മരണം. പിന്നെ അതിനു പകരം ആകാശത്തിലെ 4 കാറ്റിനു നേരെ അതിനു പകരം ആകാശത്തിലെ 4 കാറ്റുകൾക്ക് നേരെ ഭംഗിയുള്ള 4 കൊമ്പുകൾ മുളച്ചു. 4 ഭരണാധിപന്മാർ, 4 സൈന്യാധിപന്മാർ ചേർന്ന് 4 തുണ്ടുഭൂമികളാക്കി സാമ്രാജ്യം വെട്ടിപ്പകുത്തെടുക്കുന്ന രംഗം 300 ആണ്ടുകൾക്ക് മുമ്പ് ദൈവപുരുഷൻ ഇതാ ഊലായ് നദി തീരത്ത് നിൽക്കുന്ന ദർശനം കണ്ടിട്ട് കൃത്യതയോടെ വിളിച്ചു പറഞ്ഞത് എഴുതി വെച്ച കൃതിയാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് കാലിക ചരിത്രം പഠിക്കുന്നവർ തിരുവെഴുത്ത് കൂടി പഠിച്ചാൽ മനസ്സിലാകും ഈ പുസ്തകം പറഞ്ഞതൊക്കെ വസ്തുതകളാണ്. അത് കാലത്തോട് ഇടപെട്ടിയ രീതി വളരെ ശാസ്ത്രീയമാണ്. അതാണ് തിരുവെഴുത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. നമുക്ക് പിന്നീട് മതി. അത് തെക്കോട്ട് മതി. അപ്പം നമുക്ക് തൽക്കാലം 3 സാമ്രാജ്യങ്ങളെ കുറിച്ചൊരു അവയർനെസ്, ഗ്രാഹ്യം കിട്ടിയോ? അത്യാവശ്യം മറക്കരുത്. ഇത് വായിച്ചാൽ മനസ്സിലായി, ബാക്കി എളുപ്പമാവും. ഒന്നുകൂടി നമുക്ക് നോക്കാം. ബാബിലോൺ ഓർമ്മയുണ്ടല്ലോ. മീഡോ പേർഷ്യ ഓർമ്മയുണ്ടല്ലോ. പിന്നെ അടുത്തത് ഗ്രീസ്. ഇപ്പോൾ പറഞ്ഞത് മിണ്ടാതെ നമ്മൾ വിട്ടത് റോമാണ്. അതിനെക്കുറിച്ച് അല്പമേ പറഞ്ഞുള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആണ് നമുക്കിച്ചിരി സ്പീഡിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരാം. റെഡി? അവിടെ നമുക്ക് അന്ത്യകാല സംഭവങ്ങളിലേക്കൂടെ കടക്കണം. ഇപ്പോൾ പറഞ്ഞ എല്ലാം ചരിത്രമാണ്. ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് വരാമെങ്കിൽ ഇത് കണക്റ്റഡാണ്. കമ്പാറ്റീവ് സ്റ്റഡിയാണ് നമ്മൾ നടത്തുന്നത്. ഇവിടെ നമ്മൾ ജമ്പ് ചെയ്തൊരു പോക്കാണ്. ആ പോക്ക് കണ്ട അലക്സാണ്ടർ പോയതിനേക്കാൾ വേഗത്തിൽ നമ്മളൊരു പോക്ക് പോകാൻ പോവാണ്. അടുത്ത് വെച്ചോളൂ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഒരു പുതിയ കാഴ്ചയാണ് പറയാൻ പോകുന്നത്. ഇത് യോഹന്നാന്റെ ദർശനമാണ്. 10 കൊമ്പ്, അങ്ങനല്ലേ? 7 തല. ഇത് തിരിഞ്ഞു പോകല്ലോ, കാരണം ഈ കൊമ്പ് വെക്കാൻ സൗകര്യമില്ല അവരും. ലാസ്റ്റ് ആകെ വിഷമിച്ചു വന്നു നമ്മൾ. 10 കൊമ്പും 7 തലയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം. എവിടെ നിന്ന് വരുന്നു? സമുദ്രത്തിൽ നിന്ന്, കടലിൽ നിന്ന് വരുന്നു. പിന്നെ വായിച്ചോ. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും. അവൻ്റെ ആ രൂപം എന്ന് പറഞ്ഞാൽ പുള്ളിപ്പുലിക്ക് സദൃശ്യം. പിന്നെ അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും. അവൻ്റെ കാല് കരടിയുടെ കാല്. ഓർത്ത് നോക്കിയ ഉടല് പുള്ളിപ്പുലി, കാല് കരടി. പിന്നെ വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. വായ സിംഹത്തിന്റെ വായ. ഇനി അതിന് മഹാസർപ്പം. നിക്ക് മഹാസർപ്പത്തിലേക്കൊക്കെ വരാം. ഇത് കണ്ടിട്ട് എന്തോ തോന്നുന്നു? ഇങ്ങനൊരു മൃഗത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പുള്ളിപ്പുലിയുടെ ഉടല്, പിന്നെ കരടിയുടെ കാല്,
സിംഹത്തിൻ്റെ വായ. ഇനി അല്പം കൂടെ ഉണ്ട്, 4 പാർട്സാണ് വരാൻ പോകുന്നത്. നമുക്ക് അടുത്ത വായിച്ചല്ലേ മനസ്സിലാവുള്ളൂ, അങ്ങോട്ട് പോകണ്ട. ഇതോർത്തിരിക്കാൻ ഞാൻ ഒരു എളുപ്പ വഴി പറയാം. നമ്മളിപ്പോൾ ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരു ഉടുപ്പ് എടുക്കാൻ വേണ്ടി കയറിയാൽ പലതരം ഈ കട്ട് പീസുകൾ വെട്ടിച്ചേർത്തൊരു ഉടുപ്പ് അവരവിടെ വെച്ചിട്ടുണ്ട്. ഇതിന് അത്രയും വളഞ്ഞു പോയി വെട്ടുതുണിയെല്ലാം കൂടെ തയ്ച്ച് റെഡിയാക്കി ഫാഷനാന്ന് പറഞ്ഞവിടെ വെച്ചേക്കുക. കൊച്ചു അത് മേടിച്ചിടുക. 5-6 തരം പീസ് ഒരുമിച്ച് ചേർത്ത് ഒരു ഉടുപ്പ്. അത് കാണുമ്പോഴേ ഓർത്തുകൊള്ളണം, വെളിപ്പാട് 13. കരടിയുടെ കാല്, പുള്ളിപ്പുലിയുടെ ഉടല്, പിന്നെ സിംഹത്തിൻ്റെ വായ, തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം, 7 തല 10 കൊമ്പ്. കട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒത്ത മൃഗം വന്നിപ്പം? അതിൽ കട്ടിയാക്കാനൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾക്ക് മിക്കവാറും ഈ വെളിപ്പാടും ദാനിയേലും പഠിപ്പിക്കുന്ന ആളുകൾ, ഞാനിതിൻ്റെ സ്പെഷ്യലിസ്റ്റല്ല, എന്നോട് പറയുന്നിടത്ത് ഈ ക്ലാസ് എടുക്കുകയുള്ളൂ. ആളുകൾ പറയുന്ന ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന മിക്ക ആളും വല്ലാതെ ചൂടാവുന്നതാണ്. ഒരു വാക്യമൊക്കെ തെറ്റിപ്പോയണ്ടല്ലോ നിങ്ങളുടെ ഇടപാട് വരുത്തും. ചൂടായി ബഹളം വെച്ച് ആകപ്പാടെ. ഞങ്ങളെ പഠിപ്പിച്ചൊരു അച്ഛനുണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അപ്പോഴേ ഭയങ്കരമായിട്ട് ചൂടാവും. ഞാൻ ചോദിച്ചാൽ എന്തിനാ ചൂടാവുന്നത്? ഇടാത് ആ വിഷയത്തിൻ്റെ ഘനഗാംഭീര്യവും അതിൻ്റെ എന്തോ പറയുന്നത്, എൻ്റെ ഗൗരവം കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്ന പിണക്കൊണ്ടായിട്ടല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അതൊന്നും അല്ല, വിഷയത്തിൻ്റെ ഗൗരവമല്ല. അച്ഛൻ ഈ ഡീൽ ചെയ്യുന്ന എല്ലാം ഈ മൃഗങ്ങളുമായിട്ടാണ്. 10 കൊമ്പ്, 7 തല, കടലിൽ നിന്നൊരു മൃഗം, കാട്ടിൽ നിന്നൊരു മൃഗം, പശു വരുന്നു, ആട് വരുന്നു. ഇത് പറഞ്ഞ് ഈ മനുഷ്യത്വം പോയി. പിടികിട്ടിയോ? ചിലർ ഇതൊക്കെ പഠിച്ചിട്ട് ഈ മനുഷ്യത്വം പോയി കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിനെന്തിനാ ബഹളം വെക്കുന്നത്? എന്നെ ചൂടാകണോ ഒരു തെറ്റ് വന്നെന്ന് പറഞ്ഞു? സാധനം തെറ്റിക്കല്ല്, അത് വേറെ കാര്യം. അപ്പോൾ ഈ മൃഗം ഒന്ന് പഠിക്കാം, എളുപ്പമാണ്. എളുപ്പം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ ഞാൻ ഇങ്ങോട്ട് ചാടി. നിങ്ങൾ എളുപ്പമാകാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. ആരെങ്കിലും ഇതിനു മുമ്പ് സിംഹത്തിൻ്റെ കാര്യം പഠിച്ചായിട്ട് ഓർമ്മയുണ്ടോ? എവിടെയെങ്കിലും? പുള്ളിപ്പുലിയെ പഠിച്ചോ? പിന്നെ കരടിയെ പഠിച്ചല്ലേ? അപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ സിംഹം ബാബിലോന്യാണ്. അപ്പം ഇനി വരാൻ പോകുന്ന ആ ഏകാധിപതിയുടെ പ്രത്യേകത കേട്ടോ, ഉലകം ഭരിക്കാൻ ഒരു ഏകാധിപതി വരും. അവൻ്റെ വായ ബാബിലോന്യമാണ്, സിംഹത്തിൻ്റെ വായ. അവൻ്റെ പേഴ്സണാലിറ്റി, അവൻ്റെ അസ്തിത്വം ആകെക്കൂടി എടുത്താൽ അത് ഗ്രീഷ്യനാണ്, അതായത് പുള്ളിപ്പുലിയാണ്. അവൻ്റെ നിലനിൽപ്പ്, അവൻ്റെ കാലുകൾ ഇറാനിയനാണ്, അതായത് പേർഷ്യനാണ്. അവൻ്റെ അധികാരം റോമനാണ്. അതാ തലയിൽ 10 കൊമ്പും 7 തലയും. അത് പിന്നീട് പറയാം. മുമ്പ് പറഞ്ഞ 4 സാമ്രാജ്യങ്ങൾ സ്വരുക്കൂട്ടി ഒരു മൃഗത്തിൽ സന്നിവേശിക്കുന്നു. അതിൻ്റെ അർത്ഥം വെളിപ്പാട് പുസ്തകം 13 ദാനിയേൽ പ്രവചനം 2 ദാനിയേൽ 7 പാരലൽ. ഇത് പറയാനാണ്. ഇങ്ങനെ പഠനം എളുപ്പമാകുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലായോ? ആവർത്തിക്കാം. 2-ാം അധ്യായത്തിൽ കണ്ട 4 ഒരു ബിംബത്തിൻ്റെ 4 പാർട്സ്, 7-ാം അധ്യായത്തിൽ കണ്ട ഒരു മൃഗത്തിൻ്റെ 4 മഹാമൃഗങ്ങൾ, വെളിപ്പാട് 13 കണ്ട ഒരു മൃഗത്തിൽ അതെല്ലാം കൂടെ സന്നിവേശിക്കുമ്പോൾ ബാബിലോൺ, മീഡോപെർഷ്യ, ഗ്രീസ്, റോമ. ഉലകത്തെ ഭരിക്കാൻ ഒരേകാധിപതി ഉദയം ചെയ്യണം. ആ ഏകാധിപതിയെ പിന്തുണയ്ക്കത്തക്ക വിധം ഈ 4 രാജ്യങ്ങളുടെ സമ്മിശ്ര പ്രതിനിധിയായി ഒരുവൻ ഉലകത്തെ നയിക്കണം. അവന് ബൈബിളിട്ടിരിക്കുന്ന പേരാണ് എതിർക്രിസ്തു, ആന്റിക്രൈസ്റ്റ്. ഈ അന്തിക്രിസ്തു എന്ന പ്രയോഗം ശരിയല്ല. ആരോ ആവേശം കയറി പറഞ്ഞൊരു പേരാണ്. നമ്മൾ പിന്നെ അതങ്ങ് പറഞ്ഞു നടക്കുകയാണ്. പിന്നെ എങ്ങനെ പറയണം? എതിർക്രിസ്തു, ആന്റിക്രൈസ്റ്റ്. ദാറ്റ് ഇസ് ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. അപ്പോൾ ആന്റിക്രൈസ്റ്റിൻ്റെ ലക്ഷണമാണ് നാം ഈ കണ്ടത്. അത് എക്സ്പ്ലെയിൻ ചെയ്തു വരാം.
അതിൽ ആളുകളെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന പഠനമുണ്ട്. എനിക്കിതിൽ താല്പര്യമില്ല. ഇന്നടുത്ത ഒരാളുണ്ട്, ആ പുള്ളിയാണെന്നും പറയരുത്. ഞാനിടയ്ക്ക് ഒരാളോട് പറഞ്ഞു, പാസ്സാ പറഞ്ഞ ലക്ഷണമെല്ലാം ഞങ്ങളുടെ ചർച്ചിലെ പ്രസിഡന്റിനുണ്ട്, പുള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു. പറഞ്ഞു കേട്ടപ്പോൾ എനിക്കും തോന്നി അത് ശരിയാണെന്ന് തോന്നി. ഞാൻ പ്രസംഗിച്ചു തുടങ്ങിയില്ല, വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുപോട്ടെ, ഈ എതിർക്രിസ്തു എന്നവനെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചു പോയതിന് മുമ്പ് നമ്മൾ ഒരു പ്രത്യേകിച്ചൊരു ഓർഡറൊന്നുമില്ല, ചാടി 13-ാം അധ്യായത്തിൽ കയറുകയായിരുന്നു. ശരിയല്ലേ? അങ്ങനെ ചില വിഷയങ്ങളിലൊന്നും ഓടി കയറാൻ എളുപ്പമാണ്, തിരിച്ചു വരാൻ വലിയ പാടാണ്. നമുക്ക് ഈ പുസ്തകം വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പോകാം, എന്നിട്ട് വന്ന് 13-ലേക്ക് തുടരാം. സന്തോഷമാണോ? നമുക്ക് ആ ദാനിയേലിന് ഔട്ട്ലൈനൊക്കെ അടിച്ചു പോയ പോലെ ഇതിനൊരു ചെറിയ കാര്യങ്ങളൊക്കെ ഇല്ലേ, എന്തിനൊരു നടത്തിപ്പില്ലേ? അപ്പോൾ ഇനി ശ്രദ്ധിച്ചോണം. എനിക്ക് സ്പീഡാണെന്ന് ആരണ്ടൊക്കെ പറഞ്ഞു. നമുക്ക് പരമാവധി നമ്മൾ നോക്കുന്നുണ്ട്, കുറച്ചുകൊണ്ട് വരാൻ നോക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ കുറിപ്പെഴുന്നിട്ട് തയ്യാറായിക്കോ. 1, 2, 3, 22 അധ്യായം ദാ പിടിച്ചു എന്ന് പറഞ്ഞ് എഴുതിക്കോ. ദാനിയേൽ, വെളിപ്പാട് 1. അത് 3 വരെ. വെളിപ്പാട് 1 എന്ന് പറഞ്ഞാൽ ദൈവപുരുഷനായ യോഹന്നാൻ. അത് നിങ്ങൾ ചുരുക്കെഴുതി പെട്ടെന്ന് എഴുതിക്കണം. ദൈവപുരുഷൻ എന്നൊക്കെ എഴുതി വരുമ്പോഴത്തേക്ക് കാലം പോവും. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എഴുതിക്കണം. ദൈവപുരുഷനായ യോഹന്നാൻ പത്മോസിൽ, ജോൺ ദ എവാഞ്ചലിസ്റ്റ് ഇൻ പത്മോസ് ഓർ ജോൺ ദ അപ്പോസ്റ്റൽ ഇൻ പത്മോസ്. 2-3 അധ്യായങ്ങൾ ഏഷ്യ മൈനറിൽ അന്ന് നിലനിന്നിരുന്ന 10 സഭകളിൽ പ്രവചന പ്രാധാന്യമുള്ളൊരു കണക്ക് എന്നതനുസരിച്ച് 7 സഭകളെ തിരഞ്ഞെടുത്ത് 7 സഭകൾക്ക് നൽകുന്ന ദൈവാലോചന ഓർ മെസ്സേജസ് ടു ദ 7 ചർച്ചസ് ഇൻ ഏഷ്യ മൈനർ. ചാപ്റ്റർ 4, തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ ദർശനം. ചാപ്റ്റർ 5, അകത്തും പുറത്തും മുദ്രകളോടുകൂടി 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം. ആ പുസ്തകം ഭേദിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ജയാളിയായി പുസ്തക ഭേദനത്തിന് തയ്യാറെടുക്കുന്നു. ഞാൻ പിന്നെയും പറയും, അപ്പോൾ കിട്ടാതെ പോകുന്ന അന്നേരം എഴുതാം. 6-ാം അധ്യായം 7 മുദ്രകളിൽ 6 ഭേദിക്കുന്നു. 7-ാം അധ്യായത്തിൽ ഒരു ഭേദനവും ഇല്ല, അതൊരു ഇൻ്റർവെല്ലാണ്. ഈ ചായ കുടിക്കാനൊക്കെ പിരിയുമെന്ന് പറഞ്ഞ പോലെ ഒരു ഇൻ്റർവെല്ലാണ്. ഏതിൻ്റെ ഇടയിലുള്ള ഇൻ്റർവെൽ? 6-ാം മുദ്രയ്ക്കും 7-ാം മുദ്രയ്ക്കും ഇടയിൽ ഒരു ഇടവേള. ആ ഇടവേളയിൽ 144,000 ആളുകളെ മുദ്രയിട്ട് വേർതിരിച്ച് മാറ്റുന്നു. ഇനി 8-ാം അധ്യായം. 8-ാം അധ്യായത്തിൽ 7-ാം മുദ്രയുടെ ഭേദനം. 7-ാം മുദ്രയുടെ ഭേദനത്തോടുകൂടി 7 കാഹളങ്ങൾ ഊതാൻ ലഭിക്കുന്നു. അതിൽ 3 കാഹളം അവിടെ ഊതും. 9-ാം അധ്യായത്തിൽ 4, 5, 6 കാഹളങ്ങൾ ഊതും. 10-ാം അധ്യായത്തിൽ കാഹള ഊതല്ല, 7-ാം കാഹള ഊതാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു ദൂതൻ വരും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 10-ാം അധ്യായം ശക്തനായ ഒരു ദൂതൻ. ഇവിടെയുണ്ട് രസകരമായൊരു സാമ്യം. ദാനിയേൽ 10-ലും ഇതുപോലൊരു ദൂതനാണ്, വെളിപ്പാട് 10-ലും ഇതുപോലൊരു ദൂതനാണ്. വെളിപ്പാട് 11 2 സാക്ഷികളുടെ 3.5 കൊല്ലത്തെ പ്രവചനം. വെളിപ്പാട് 12 സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. സൂര്യനെ അണിഞ്ഞ സ്ത്രീ, അവൾ ഒരു കുട്ടിയെ പ്രസവിക്കുന്നു. ആ കുട്ടിയെ വിഴുങ്ങാൻ മഹാസർപ്പം തയ്യാറെടുത്തു വരുന്നു. മഹാസർപ്പം ഒടുവിൽ സ്ത്രീയെ വിഴുങ്ങാൻ ചെല്ലുന്നു. കുട്ടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. സ്ത്രീയെ 1 കാലം 2 കാലം അരക്കാലം ദൈവം മരുഭൂമിയിൽ സൂക്ഷിക്കുന്നു.
അങ്ങനെ സംഭവബഹുലമായൊരു അധ്യായം 12. 13-ാം അധ്യായം എന്താന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താന്നാ പറഞ്ഞത്? തുടങ്ങിയപ്പോഴേ പറഞ്ഞു. എതിർക്രിസ്തു മാത്രമല്ല, സാത്താനിക് ട്രിനിറ്റി കംപ്ലീറ്റ് രംഗപ്രവേശനം ചെയ്യുന്നു. സാത്താന്യമായ 3 ശക്തികൾ: മൃഗം എന്ന എതിർക്രിസ്തു, കള്ളപ്രവാചകൻ എന്ന ഇടനിലക്കാരൻ, ലൂസിഫർ എന്ന പഴയ പാമ്പ്. അങ്ങനെ 3 ശക്തികൾ ഏകോപിപ്പിക്കുന്നു. ചാപ്റ്റർ 13. 14-ാം അധ്യായം വളരെ എളുപ്പം, കാരണം 7-ാം അധ്യായത്തിൽ കണ്ട അതേ നമ്പർ വീണ്ടും വരുന്നു, പക്ഷേ വ്യത്യാസമുണ്ട്. 144,000 മുദ്രിത ഗണങ്ങൾ കുഞ്ഞാടിനെ അനുഗമിക്കുന്നു സിയോൻ മലയിൽ കുഞ്ഞാടിനോട് കൂടെ. ഇനിയും 15-ാം അധ്യായം സ്വർഗം തുറക്കുന്നു. സ്വർഗത്തിലൊരു സാക്ഷ്യപേടകം. സ്വർഗത്തിലെ ഒരു മനോഹര ദൃശ്യമാണ് 15-ാം അധ്യായം. 16-ാം അധ്യായം 7-ാം കാഹളം ഊതുന്നു. 7-ാം കാഹളം ഊതുന്നതോടുകൂടി 7 കലശങ്ങൾ ലഭ്യമാകുന്നു. 7 കലശങ്ങളുടെ പ്രയോഗമാണ് 16-ാം അധ്യായം. 17-ാം അധ്യായം ചാപ്റ്റർ 70, മർമ്മം മഹദിയ ബാബിലോൺ എന്ന് വെച്ചാൽ മത ബാബിലോണിൻ്റെ പതനം. 18-ാം അധ്യായം രാഷ്ട്രീയ ബാബിലോണിൻ്റെ പതനം. 19-ാം അധ്യായം ഈ രാഷ്ട്രീയ ബാബിലോണിനോട് ചേർന്ന് കമേഴ്സ്യൽ ബാബിലോണുമുണ്ട്. പൊളിറ്റിക്കൽ ആൻഡ് കൊമേഴ്സ്യൽ ബാബിലോൺ. ദ ഡിക്ലൈൻഡ് സ്റ്റേജ് ഓഫ് commercial and political Babylon mentioned in the book of Revelation chapter 18. 3 വിധത്തിലാണ് ബാബിലോണിൻ്റെ അനാലിസിസ് പുരോഗമിക്കേണ്ടത്. 19-ാം അധ്യായം കുഞ്ഞാടിൻ്റെ കല്യാണം. 20-ാം അധ്യായം പുതിയ ആകാശം പുതിയ ഭൂമി. 1000 ആണ്ട് വാഴ്ച, പുതിയ ആകാശം പുതിയ ഭൂമി 21ആണ്. 20 1000 ആണ്ട് വാഴ്ച, മില്ലേനിയം, സഹസ്രാബ്ദയുഗം, മില്ലേനിയം, അതാണ് 20. 21 പുതുവാന ഭൂമി, പുതിയ ആകാശം പുതിയ ഭൂമി. 22-ാം അധ്യായം സകലത്തിൻ്റെയും സമാപ്തി. അന്ന് എന്നേക്കുമുള്ള ഗന്ധകത്തിപ്പൊയ്ക, സാത്താന്യ ശക്തികളുടെ അന്തിമ പരാജയം, ദൈവമക്കൾക്ക് കർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെപ്പോലെ ലഭിക്കുന്ന പുതിയ യെരൂശലേം എന്ന മഹാനഗരം, നിത്യത. അതൊക്കെയാണ് 22-ാം അധ്യായം. അപ്പോൾ ഞാനൊന്ന് ആവർത്തിക്കുന്നു, ശ്രദ്ധിക്കണം. 1-ാം അധ്യായം യോഹന്നാൻ പത്മോസിൽ, 2-3 അധ്യായം 7 സഭകൾ, 4-ാം അധ്യായം തുറക്കപ്പെട്ട സ്വർഗം, 5-ാം അധ്യായം അകത്തും പുറത്തും 7 മുദ്രകൾ കൂടിയ മുദ്രയിടപ്പെട്ട പുസ്തകം, 6-ാം അധ്യായം 4-ാം അധ്യായം 4 പറയണ്ടേ, 5 പറയണ്ടേ? 6-ാം അധ്യായം 6 മുദ്രകളുടെ ഭേദനം. 7-ാം അധ്യായം 6-ാം മുദ്രയ്ക്കും 7-ാം മുദ്രയ്ക്കും ഇടയ്ക്ക് ഒരു ഇടവേള. 144,000 വാതിലുകളെ മുദ്രയിട്ട് മാറ്റുന്നു. 8-ാം അധ്യായം 7-ാം മുദ്ര ഭേദിക്കുന്നു. അപ്പോൾ 7 കാഹളങ്ങൾ ലഭിക്കുന്നു. ആ കാഹളങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുന്നു. പറയാം. ദെൻ 9-ാം അധ്യായം അവസാനത്തെ 2 കാഹളങ്ങൾ, 6 കാഹളങ്ങൾ. 10-ാം അധ്യായം ബലവാനായൊരു ദൂതൻ, ശക്തനായൊരു ദൂതൻ്റെ രംഗപ്രവേശം. 11-ാം അധ്യായം 2 സാക്ഷികളുടെ 3.5 കൊല്ലത്തെ പ്രവചനം. 13-ാം അധ്യായം എതിർക്രിസ്തു, അവൻ്റെ 3 വിധ പ്രകടനങ്ങൾ. അതിൽ പറയാം. 12 സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവൾക്ക് ഒരു കുട്ടി, ആ കുട്ടിയെ വിഴുങ്ങാൻ മഹാസർപ്പം ശ്രമിക്കുന്നു. അതാണ് 13-ാം അധ്യായം എതിർക്രിസ്തു, മൃഗം അഥവാ അധർമ്മമൂർത്തി, കള്ളപ്രവാചകൻ, ലൂസിഫർ, ഇവ 3 കൂടുന്ന സാത്താന്യമായ യൂണിയൻ. 666 അതേ അധ്യായത്തിലാണ് വിന്യസിക്കപ്പെടുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. 14-ാം അധ്യായം കുഞ്ഞാടിനോട് 144,000 ആളുകൾ സിയോൻ മലയിൽ. 15-ാം അധ്യായം വീണ്ടും സ്വർഗീയ ദർശനം, ദൈവത്തിൻ്റെ കൂടാരം, ദൈവത്തിൻ്റെ മനോഹരമായ പെട്ടകം അവിടെ നിലകൊള്ളുന്നു. ഇടിയും മിന്നലും നാദവും പുറപ്പെടുന്ന ദൃശ്യങ്ങൾ.
16-ാം അധ്യായം 7-ാം കാഹളത്തിൻ്റെ ധ്വനിയോടുകൂടി 7 കലശങ്ങൾ വിന്യസിക്കപ്പെടുന്നു. 17-ാം അധ്യായം മഹദിയാം ബാബിലോൺ അർത്ഥാൽ മതബാബിലോണിൻ്റെ തകർച്ച. 18-ാം അധ്യായം രാഷ്ട്രീയ വാണിജ്യ ബാബിലോണുകളുടെ തകർച്ച. 19-ാം അധ്യായം കുഞ്ഞാടിൻ്റെ കല്യാണം. 20-ാം അധ്യായം 1000 ആണ്ട് വാഴ്ച. 21-ാം അധ്യായം പുതിയ ആകാശം പുതിയ ഭൂമി. 22 നിത്യത പുതിയ യെരൂശലേം നിത്യനരകം മനുഷ്യരാശിക്കുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയും രക്ഷീതഗണത്തിനുള്ള അനുഗ്രഹങ്ങളും ഒക്കെയാണ് വിവരിക്കപ്പെടുന്നത്. ഏതെങ്കിലും അധ്യായം അറിയണമെങ്കിൽ ഒന്ന് ചോദിച്ചാൽ ഞാൻ ആവർത്തിക്കാം. എല്ലാം വന്നോ? അപ്പോൾ 13-ലേക്ക് നമ്മൾ അങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് ചില അധ്യായങ്ങൾ വിട്ടിട്ട് പോകുന്നതല്ല, ഇത് കോ റിലേറ്റഡ് ആണ്, കമ്പാറ്റീവ് സ്റ്റഡി അല്ലെ, വിഷയം നമ്മുടെ ഉള്ളിൽ കിടക്കില്ല. കാരണം ഈ വെളിപ്പാടിലൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് പോയിട്ട് പിന്നെ അതിൻ്റെ ബാക്കി ഇപ്പുറത്താണ് കാണുന്നത്. അങ്ങനെയാണ്. അതൊന്ന് പഠിച്ചു പോകാം, ഗ്രഹിച്ചു പോകാം. അപ്പോൾ വെളിപ്പാടിൻ്റെ ആ പശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് പോയി കളയാം. ദേവപുരുഷനായ യോഹന്നാനെ തടവിലാക്കി. അദ്ദേഹത്തെക്കുറിച്ചുള്ള പാരമ്പര്യം തിളച്ച എണ്ണയിലിട്ടു. അവിടുന്ന് പൊള്ളലേൽക്കാതെ പുറത്തു വന്നു. അദ്ദേഹത്തെ ഈജിയൻ കടൽ തീരത്തുള്ള പത്മോസ് എന്ന ദ്വീപിൽ കൊണ്ട് ഏകാന്ത തടവിലാക്കി. കൽക്കരിക്കനിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കൊപ്പം അടിമകൾക്കൊപ്പം ഈ ക്രിമിനലുകളെ കൊണ്ടിടുന്ന സ്ഥലമാണ്. അവർ പണിയെടുത്ത് അവിടെ തീരുകയാണ്, തിരിച്ചു വരവില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ട് ഇട്ടു. ഒന്നാലോചിച്ച് നോക്കിയ പരിചിതമല്ലാത്തൊരു സ്ഥലത്ത് കൊടും കുറ്റവാളികൾക്കൊപ്പം ഒരു പ്രാർത്ഥന മനുഷ്യനെ കൊണ്ടിട്ടു. ഭീകര നിഴലിക്കുന്ന അന്തരീക്ഷം. അവർ പ്രായം നോക്കാതെ പണിയെടുപ്പിച്ച് ഒടുവിൽ ജീവച്ചവങ്ങളായി അവശേഷിക്കെ എവിടെങ്കിലും വീണ് കിടന്ന് മരിക്കും. ആ ശരീരം കഴുകൻ കൊത്തിവലിക്കും. കിരാതമായൊരനുഭവമാണ്. പ്രാർത്ഥിക്കാൻ തോന്നുമോ? ആരാധിക്കാൻ തോന്നുമോ? ചെറിയ കഷ്ടപ്പാടൊക്കെ വരുമ്പോൾ നമ്മൾ കാണിക്കുന്ന ആ പ്രതിഷേധം വെച്ച് നോക്കിയാൽ ഇതിൻ്റെ കാഠിന്യം എത്ര വലുതാ. പക്ഷേ അപ്പോസ്തലൻ നമ്മളൊരു കാര്യം പറയുക, 10-ാം വാക്യത്തിൽ 1:10. ഇതൊക്കെ ശരിയാണെങ്കിലും എന്താ അപ്പോസ്തലൻ പറയുന്ന? വായിച്ചേ. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഈ പ്രതിസന്ധിക്കകത്തും ഒരാത്മവിവശത എന്നിൽ വന്നു. എന്നിൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണേണ്ടതിന് ഞാൻ തിരിഞ്ഞു നോക്കി. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കുമ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്തു പൊൻകച്ച കെട്ടിയ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെയും ഞാൻ കണ്ടു. അത് കണ്ട് മരിച്ചവനെപ്പോലെ ഞാൻ അവൻ്റെ മുമ്പിൽ വീണു. ക്രിസ്തുവിൻ്റെ മനോഹര കാഴ്ച കണ്ടില്ലേ? നമ്മളിന്ന് ചിലരെ കാണാറുണ്ട്, യേശുവിനെ വെളിപ്പാടി കണ്ടു എന്നൊക്കെ പറഞ്ഞ ആളുകൾ. അങ്ങനെ കാണത്തില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ദൈവം അങ്ങനെ ചിലപ്പോൾ ചിലർക്ക് വേണ്ടി അങ്ങനെ വന്നിട്ടുണ്ടാകും. അത് ഞാൻ സ്വപ്നത്തിലൊന്നും യേശുവിനെ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം. നമുക്കതിനകത്ത് ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ കാണത്തില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാണാം. ഞാൻ കണ്ടിട്ടില്ല, അതേ പറഞ്ഞാൽ മതി. അപ്പോൾ ഈ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞാൽ മനസ്സിലായി ഇവർ കണ്ടിട്ടുള്ളത് യേശുവിനെ അല്ല, മറ്റേ ഡാവിഞ്ചി വരച്ച താടിക്കാരനെ കണ്ട കാര്യം ഇവർ പറയുന്നത്. ഡാവിഞ്ചി വരച്ച കലണ്ടറിലെ താടിക്കാരനെ കണ്ട, അത് നമ്മൾ ഇഷ്ടം പോലെ കാണുകയാണ്. ഈ കാഴ്ച കാണണം. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയ മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ ഞാൻ കണ്ടു. കണ്ടിട്ട് താഴെ വീണ ഒരു കാരണമുണ്ട്. നമ്മൾ ഈ സെൻഡ് ഓഫ് കൊടുത്ത് വിട്ടൊന്നും ഈ രൂപത്തിലല്ലായിരുന്നു പറഞ്ഞയച്ചതേ. യാത്രയെ കൊടുത്ത ഇങ്ങനെ വല്ലതും ആണോ? അടിച്ച് പീഡിപ്പിച്ച് വിലാപ്പുറം കുത്തി തുളച്ച് ഉയർത്തെഴുന്നേറ്റിട്ട് തോമസ് പിന്നെയും പറഞ്ഞ് എനിക്ക് ഒന്നുകൂടെ കാണണമെന്ന് അങ്ങനെ പീഡിപ്പിച്ചാ വിട്ടെ. ഷാളിൻ്റെ രൂപഭാവങ്ങൾ കണ്ട തേജസ്കരിക്കപ്പെട്ട മാറ്റം, ആ രൂപാന്തരം കണ്ടപ്പോൾ യോഹന്നാനൊന്ന് നടുങ്ങി. കാരണം ഒരു ഭയം.
ഈ മനുഷ്യൻ്റെ ഓരഞ്ചാരിയല്ലേ ഞാൻ ഇരുന്നത് എന്ന ആ ചിന്ത അവനെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. എത്ര നാൾ ഞാൻ ഈ ശരീരം സ്പർശിച്ചു, ഞാൻ എത്ര നാൾ ഈ ശരീരത്തെ ഏതെല്ലാം വിധത്തിൽ ട്രീറ്റ് ചെയ്തു. താൻ തൊട്ട ശരീരമാ രൂപാന്തരപ്പെട്ട് നിൽക്കുന്നത്, അതുറപ്പാണ്. കാരണം നമ്മളൊക്കെ ഈ ശരീരം ഉപേക്ഷിച്ചു പോകാനാണ് ദൈവജനത്തിൻ്റെ ക്രമീകരണം. ഉയർപ്പ് പോലും മറ്റൊരർത്ഥത്തിലാണ് കാണേണ്ടത്. പക്ഷേ യേശുവിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത കളഞ്ഞിട്ട് പോകാൻ ആ ശരീരത്തിലൊന്നുമില്ല. മനസ്സിലായോ? മണ്ണോട് ലയിക്കുന്ന ഒരു സാധനവും ഇല്ല. കാരണം അവൻ പുരുഷൻ്റെ ഇഷ്ടത്താലല്ല. മനസ്സിലാകുന്നോ? എ വെരി സ്പെഷ്യൽ ബോഡി, അതാണ് കർത്താവിൻ്റെ. സംശയം മാറാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു ദിവസം നമ്മളും ആ ശരീരം ധരിക്കുമെന്ന്. മനസ്സിലായോ? ആദമിൻ്റെ പ്രതിരൂപം ധരിച്ചതുപോലെ ഒരു ദിവസം നാം ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട അവൻ്റെ പ്രതിരൂപം ധരിക്കുമ്പോൾ ഈ ശരീരം കളയും. മനസ്സിലാകുന്നോ? ഈ റാപ്ചറിനെ കുറിച്ച് കാണിക്കുന്ന വീഡിയോ പലതും തെറ്റാണ്. യോഗം നടക്കുന്നു, ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു, ഒരു ശബ്ദം കേൾക്കുന്നു, ബൈബിളും സാധനമെല്ലാം അവിടെ ഇരിക്കുന്നു, ഉടുപ്പും തുണിയെല്ലാം അവിടെ കിടപ്പുണ്ട്, ശരീരമില്ല. അങ്ങനല്ല, ഇത് കളഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങോട്ട് സ്വർഗത്തിലേക്ക് ഇതൊന്നും കൊണ്ടുപോകുന്നില്ല, ഒന്നും വേണ്ട. മണ്ണിലേക്ക് ചേരത്തക്ക ഇത് ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ട്രാൻസ്ഫോർമേഷൻ ആ അർത്ഥത്തിലല്ല. നശിക്കേണ്ട ചിലതുണ്ട്, നഷ്ടമാകേണ്ടതുണ്ട്. ഒരിക്കലും നശിക്കാത്ത ആത്മാവിന് വേണ്ടി അവൻ വേറൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു നമുക്ക് വേണ്ടി. മറ്റൊന്ന് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അതിനാ പൗലോസ് പറഞ്ഞത്, ഈ കൈപ്പണിയായ ആ മന്ദിരത്തിൽ ഞങ്ങൾ, ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് കഴിയുന്നു. ഒരു ഞരക്കം, ഞരങ്ങിക്കൊണ്ട് കഴിയാൻ കാരണം ഇതെൻ്റെ ഒറിജിനൽ ശരീരമല്ല, മറ്റൊന്നെനിക്ക് അവൻ ഒരുക്കിയിരിക്കുന്നു. അതിലേക്കുള്ള പരാവർത്തനം, അതിലേക്കുള്ള മാറ്റത്തിന് എൻ്റെ അന്തരാത്മാവ് വെമ്പുന്നു. ഇതാണ് പൗലോസിൻ്റെ ഭാഷാന്തരം. അപ്പോൾ അങ്ങനെ മാറ്റം വന്ന ക്രിസ്തുവിനെ കണ്ട് യോഹന്നാൻ അമ്പരന്നു, മരിച്ചവനെ പോലെ വീണു. വീണപ്പോൾ അടുത്ത് ചെന്ന് എണ്ണീക്കാൻ പറഞ്ഞു. പേടിക്കണ്ട, നീ മരിക്കൊന്നുമില്ല, ധൈര്യത്തോടിരിക്കുക. ആ വൃത്തനെ നിങ്ങൾ ഓർത്ത്, വയസ്സ് 195 വിറയ്ക്കുന്നുണ്ട് ശരീരമൊക്കെ. പക്ഷേ യേശുവിനോട് പറയുക, നിന്നെക്കൊണ്ടാ ഞാൻ മേലാൽ സംഭവിപ്പാനുള്ളത് നീയാ കാണുന്നേ. നരയ്ക്കോളം ചുമക്കുന്നൊരു നല്ല ദൈവം നമുക്കുണ്ട്. മരണത്തിൻ്റെ തൊട്ടു മുമ്പിലും നമ്മുടെ ശുശ്രൂഷയെ ഉദ്ദീപിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. സകലരും എഴുതിത്തള്ളുമ്പോഴും എന്നെ വേണമെന്ന് ചിന്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആർക്കും വേണ്ടാതെ വരുമ്പോഴും എൻ്റെ ദൈവത്തിന് എന്നെ വേണമെന്നുള്ള ബോധമാണ് ഈ ഭൂമിയിൽ ജീവിക്കാനും അവനോടൊപ്പം പറന്നു കയറാനും ഒരുപോലെ നമ്മെ പ്രേരിപ്പിക്കേണ്ട ഘടകം. ഹല്ലേലൂയ. ചുരുക്കത്തിൽ ഇതാ ചാപ്റ്റർ 1 എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു അധ്യായമാണ്. നമ്മളതിൻ്റെ ഉള്ളടക്കം പറഞ്ഞു പോയതേ ഉള്ളൂ. അവിടെ ഒത്തിരിയേരം തങ്ങാൻ നമുക്ക് നേരമില്ല. മനോഹരമായ ഒരധ്യായം. ഇത്രയും തേസ്കരിക്കപ്പെട്ട ക്രിസ്തുവും ദുർബലനായൊരു മനുഷ്യനും തമ്മിൽ ഈ ഇങ്ങനെ കാണുന്ന രംഗമൂർത്തി. അപ്പോൾ ഞാനിവിടെ ഓർക്കാറുണ്ട് ഒരു കാര്യം. ഇതിൻ്റെ ഇടയ്ക്കൊരു ചെറിയ കാര്യമൂടെ പറയട്ടെ. നമ്മൾ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, അല്പം മൊഴിയും ശ്രദ്ധിക്കണേ. നമ്മുടെ അലക്സാണ്ടറുടെ സംഭാവന എന്താന്നാ പറഞ്ഞേ? ലോകത്തെ മുഴുവൻ ഒരു ഭാഷ. ഏത് ഭാഷയാണ്? ആ ഗ്രീക്കിന് ഞാനൊരു പേര് പറഞ്ഞു. എങ്ങനെയാ? കൊയ്നെ ഗ്രീക്ക്. ഈ കൊയ്നെ ഗ്രീക്ക് കാലാന്തരത്തിൽ 3 പിരിഞ്ഞു. വിഷയത്തിൽ നിന്ന് പോകല്ല, ഒരാവശ്യത്തിന് പറയുന്ന 3 പിരിഞ്ഞു. 3 വിധ കൊയ്നെ ഭാഷകൾ. ഏതൊക്കെയെന്ന് പറയാം, വേണം അത് പഠിക്കണം. ഏതായാലും ഒരു പഠനമല്ലേ, അതും കൂടെ അല്പം ഗ്രഹിച്ചു. 1 ക്ലാസിക്കൽ കൊയ്നെ ഗ്രീക്ക്. ക്ലാസിക്കൽ കൊയ്നെ ഗ്രീക്ക്. 2 കോൺവെർസേഷണൽ കൊയ്നെ ഗ്രീക്ക്. 3 വൾഗർ കൊയ്നെ ഗ്രീക്ക്. കേട്ടപ്പോഴേ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടി 3ൻ്റെ. 1 ക്ലാസിക്കലാണ്, നല്ല ഉന്നത നിലവാരമുള്ള ഭാഷ. ഏതെങ്കിലും ചില കവികൾ
കവിത എഴുതാൻ ഉപയോഗിച്ചു വന്ന ഭാഷ. ഇലിയഡും ഒഡീസിയും ഒക്കെ എഴുതിയ ഹോമറുടെയൊക്കെ ഭാഷ ഈ നിലവാരത്തിൽ അവരെഴുതുന്നത്, നല്ല ക്ലാസിക്കൽ. രണ്ടാമത്തത് സംഭാഷണ പ്രാധാന്യമുള്ളതാണ്. ചുമ്മാ ഉള്ള വർത്താനമല്ല. ഈ ഏതൻസുകാർ വലിയ പ്രസംഗക്കാരാ. ആ പ്രസംഗ കലയുടെ വൈഭവം വിവരിക്കാനാകുന്നതിനപ്പുറത്താ. ആ പ്രഭാഷണ ചാതുര്യം അവർ പ്രകടമാക്കാൻ ഉപയോഗിച്ച പ്രസംഗ ഭാഷയാണ് കോൺവെർസേഷണൽ. മറ്റേ എഴുത്തു ഭാഷ, ഇത് പ്രസംഗ ഭാഷ. മൂന്നാമത്തത് ഗ്രീക്കാണ്. പക്ഷേ സാധാരണക്കാരൻ തട്ടിമുട്ടിയൊക്കെ പറഞ്ഞ് ഒപ്പിക്കും. അങ്ങനെയുള്ള നിലവാരം വളരെ കുറഞ്ഞ ഭാഷ. ഇത് മൂന്നും ചേരുമ്പോൾ കൊയിനെ ആയി. ഇപ്പം മനസ്സിലായോ? എന്തിനാ ഇത്ര വിഷമിച്ച് പറഞ്ഞെന്നറിയണ്ടേ? ഈ 3 ഭാഷകളിലും കൂടിയാണ് പുതിയ നിയമം എഴുതിയത്. ഓക്കെ, 3 ഭാഷ ഉപയോഗിച്ചു. നല്ല ഗ്രാൻഡ് ലാംഗ്വേജ്, നല്ല ക്ലാസിക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ചു, പ്രഭാഷണ പ്രാധാന്യമുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചു, തീരെ നിലവാരം കുറഞ്ഞ സാധാരണക്കാരൻ്റെ ഭാഷയും ഉപയോഗിച്ചു. ഏതൊക്കെയെന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ നല്ലതാണ്. കാട്ടിക്കൂ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം, അതൊക്കെ LK MD എന്നൊക്കെ ഇട്ട് പോയ രക്ഷയുള്ളൂ നിങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം, അപ്പോസ്തല പ്രവൃത്തികൾ, യാക്കോബിൻ്റെ ലേഖനം, യൂദായുടെ ലേഖനം, എബ്രായർക്കെഴുതിയ ലേഖനം, ഇത്രയും എഴുതിയത് ക്ലാസിക്കൽ കൊയിനെ ഗ്രീക്കിൽ. ഞാൻ ആവർത്തിക്കാം. മത്തായി, ലൂക്കോസ്, അപ്പോസ്തല പ്രവൃത്തി, യാക്കോബ്, യൂദ, എബ്രായർക്കെഴുതിയ ലേഖനം. ഇനി മർക്കോസിൻ്റെ സുവിശേഷവും പൗലുസിൻ്റെ 13 ലേഖനങ്ങളും എഴുതിയത് 2ാം നിര ഭാഷയിൽ. കാരണം പൗലൂസ് ഒരു പ്രസംഗ ശൈലിയാണ് തൻ്റെ എഴുത്തിൽ സ്വീകരിച്ചത്. എബ്രായ ലേഖനം ഒഴിച്ചുള്ള ലേഖനങ്ങളിൽ അതെളുപ്പമല്ലോ. മാർക്ക് പ്ലസ് പളൈൻ എപ്പിസൽ അക്സെപ്റ്റഡ് ഹിബ്രൂസ്. നെക്സ്റ്റ് വൺ വളരെ 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 എളുപ്പം. ജോഹാനിക് റൈറ്റിംഗ്. ജോഹാനിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ എഴുത്തുകൾ ഏതൊക്കെയാ? സുവിശേഷം 1, ലേഖനം 3, വെളിപ്പാട് 1, 5. 1, 2 പത്രോസിൻ്റെ ലേഖനവും എഴുതിയത് വൾഗർ കൊയിനയിൽ. അതിൻ്റെ കാരണം എന്താ? കാരണം അപ്പോസ്തല പ്രവൃത്തി 3:1 എഴുതിയിട്ടുണ്ട്. അവർ സാധാരണ മനുഷ്യർക്ക്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവിടെ അങ്ങ് വിട്ടേക്കാം. ഇപ്പോൾ വെളിപ്പാട് എഴുതിയ ലാംഗ്വേജാ ഏതാ? വൾഗർ കൊയിനെ ഗ്രീക്ക്. ഒരുപാട് വൾഗറായിട്ട് എഴുതിയത് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെങ്ങനെ? ഒരു ഭാഷയുടെ പേരാണ്. അപശബ്ദമുള്ള ഗ്രീക്ക് ഭാഷയിലാണ് അത് എഴുതുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ മാറ്റത്ര ഒട്ടും കുറഞ്ഞിട്ടില്ല. കമ്മ്യൂണിക്കേഷന് പറ്റിയൊരു ലാംഗ്വേജ്. പക്ഷേ എൻ്റെ സന്തോഷം, ഇത് വല്ലതും പൗലോസിൻ്റെ കൊടുത്തിരുന്നേ എങ്ങനെ എഴുതിയേനെ? നമുക്ക് മനസ്സിലാകുമായിരുന്നോ? നാലോചിച്ച് നോക്കി. ഈ പൗലൂസിനെ കുറിച്ചുള്ള നമ്മുടെ വലിയൊരു കംപ്ലൈൻ്റ് ഉണ്ട് എനിക്ക്. ആശാൻ ഈ ഫുൾ സ്റ്റോപ്പ് ഇടാൻ അറിയത്തില്ല. അവൻ്റെ കൃപയുടെ ആത്യന്ത മഹിമാ ധനത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞൊരു പോക്ക് പോയാൽ എത്ര നേരം കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാകും. എൻ്റെ മാത്രം പരാതിയല്ല, പത്രോസും പറഞ്ഞു. അദ്ദേഹം എഴുതിയത് സാമാന്യ മനുഷ്യർക്ക് പിടികിട്ടുന്നില്ല. അങ്ങനല്ലേ? ഞാൻ പോളിൻ്റെ വലിയ ഒരു കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ പോളിനെക്കുറിച്ചുള്ള നമ്മുടെ പ്രശ്നം തന്നെയല്ല, പുള്ളി എഴുതിയത് ക്ലാസിക്കലല്ല, അല്പം നിലവാരം കുറച്ച, എന്നിട്ട് പിടികിട്ടുന്നില്ല. ക്ലാസിക്കൽ എഴുതിയിരുന്ന നമ്മൾ ചുറ്റിപ്പോയനെ. സൂപ്പർ ലാംഗ്വേജ്. ഇതെല്ലാം പറഞ്ഞിട്ട് കക്ഷി പറയാ ഞാൻ വാക്സാമർത്ഥ്യമുള്ളവൻ അല്ലെന്ന്. നന്നായി, അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ നമുക്ക്? എഴുതി അങ്ങ് പോവാണ്. അത് പൗലൂസിൻ്റെ കുഴപ്പമല്ല. യേശുവിൻ്റെ അതിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞ് വിശദീകരിച്ചു പോയാൽ നിർത്താൻ തോന്നുന്നില്ല.
നമ്മുടെ കൂട്ടൊന്നുമല്ല. പണ്ടൊരു സഹോദരി ഈ ആത്മനിറവ് അന്യഭാഷയൊക്കെ പ്രാപിച്ച സന്തോഷത്തിൽ സഭയിൽ എഴുന്നേറ്റെന്ന് പറഞ്ഞു, എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഈ ആത്മനിറവ് കിട്ടി, എൻ്റെ എല്ലാ വേദനയും പ്രയാസമൊക്കെ മാറി, എനിക്ക് യേശുവിനോടുള്ള സ്നേഹം വിചരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് യേശുവിനോടുള്ള ആ സ്നേഹത്തിൻ്റെ തീവ്രതയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. എന്താ കാരണം? സ്നേഹം കൊണ്ട് പൊട്ടിപ്പോകുന്നൊരു തോന്നൽ അവർക്ക് വന്നു. ഞാനൊന്നും ആരും ചെയ്യരുത്, ദൈവസ്നേഹം കയറിയിട്ട് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാന്ന്. ചിലക്ക് വട്ട് കയറി നമ്മളെന്തോ ചെയ്യുന്നേ, പോട്ടെ. എന്നാൽ പോള് ദൈവസ്നേഹത്തിൻ്റെ ആ സ്പിരിറ്റ് അങ്ങോട്ട് ഉൾക്കൊണ്ടിട്ട് യേശുവിനെക്കുറിച്ച് എഴുതി അങ്ങ് പോലെ. അപ്പോൾ ഇത് പോള് നമ്മുടെ വലിയൊരു കഥാപാത്രമാണ്. പഴയ നിയമത്തിൽ ദാവീദും പുതിയ നിയമത്തിൽ പൗലോസും വന്നു പോയോ നമുക്ക് പിന്നെ നിർത്താൻ പറ്റില്ല. അത്തരം സംഭവങ്ങളാണ് അവർ. പോട്ടെ. യോഹന്നാൻ വ്യത്യസ്തനായൊരു കഥാപാത്രം, ഒതുങ്ങി പതുങ്ങിയൊക്കെ നടക്കുന്ന ഒരു സാധാരണക്കാരൻ. പക്ഷേ പ്രായാധിക്യം കൊണ്ട് വീർപ്പുമുട്ടി തൻ്റെ കാലം കാത്തിങ്ങനെ കഴിയല്ലേ. 95 വയസ്സുമൊക്കെ ഉള്ള ആ പ്രായത്തിൽ 95 അദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുക. 85 90 പ്രായം കാണും. കാരണം അദ്ദേഹം ഓർത്തു, ഇനിയിപ്പോൾ അപ്പോസ്തലന്മാർ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ താനാ. തനിക്ക് മുന്നമേ വന്ന പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു. യാക്കോവിനെ വാളിൻ്റെ വായ്ത്തലയ്ക്ക് വെട്ടി തുടങ്ങിയതാ. തൻ്റെ കൂട്ടുകാരെയൊക്കെ കൊന്നു. സ്തേവാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. പോളിക്കാർപ്പിനെ കൊന്നു. പോളിക്കാർപ്പിനെ കൊന്നത് പോളിക്കാർപ്പ് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാ, യോഹന്നാൻ്റെ ശിഷ്യനാ, എഫെസോസിലെ പാസ്റ്റർ. അദ്ദേഹത്തെ കൊന്ന രംഗം ഭയങ്കര ഭീകരമാണ്. ഈ പോളിക്കാർപ്പിനെ, അത് ഇരുമ്പ് വല്ലുള്ള റോമിനെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് കേൾക്കേണ്ട കാര്യം തന്നെയാണ്. ഈ പോളിക്കാർപ്പിനെ വിചാരണയ്ക്കുള്ളൊന്ന് വലിയ ചിന്തക പരിവേഷമുള്ള ആളാണ് പോളിക്കാർപ്പ്. പോളിക്കാർപ്പിനെ വിചാരണ ചെയ്തിട്ട് വിചാരണയ്ക്കൊടുവിൽ വിളിച്ചു പറഞ്ഞു, എരിയുന്ന തീക്കുണ്ടം കണ്ടോ, അതിനകത്തേക്ക് പോകേണ്ടി വരും, എന്ത് വേണമെന്ന് ഇപ്പം തീരുമാനിക്ക്. തീക്കുണ്ടത്തിൽ വെറുതെ തള്ളിയിടുകയല്ല, കുന്തത്തിന് കുത്തി തള്ളിയിടുക. ഇങ്ങനെ അതാ ശരി. 85 വയസ്സുണ്ട് പുള്ളിക്ക്. എരിയുന്ന തുയിച്ചുവിളയ്ക്ക് മുമ്പിൽ നിന്ന് രക്ഷിക്കാൻ അപ്പുറത്ത് ആൾ നിൽപ്പുണ്ട്. കാരണം യേശുവിനെ തള്ളിയാൽ മതി. 85 വയസ്സുള്ള പോളിക്കാർപ്പ് തിരിച്ച് ഭരണകൂടത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ശാന്തനായി. 85 വയസ്സാണുള്ളത്. കഴിഞ്ഞ 85 വർഷം യേശു എനിക്ക് നല്ലവനായിരുന്നു. ഞാൻ അവനെ അറിയാത്ത കാലത്തും അവൻ എന്നെ അറിഞ്ഞു. അവശേഷിക്കുന്ന ഒരു പിടി നേരത്തെ ജീവിതത്തിന് വേണ്ടി ഞാൻ എൻ്റെ യേശുവിനെ തള്ളിപ്പറയുമോ? ആയിക്കോട്ടെന്ന് തോന്നുന്നു. അങ്ങനെ ചുട്ട് കത്തിച്ചു. ലോക ചരിത്രത്തിൽ ഇത്രയും പീഡയിലൂടെ കടന്നു വന്ന ഒരു മാർഗമില്ല. ഹല്ലേലൂയ. ലോകത്തേറ്റവും അധികം അണികളെ നഷ്ടപ്പെട്ട മാർഗം യേശുക്രിസ്തുവിൻ്റെ മാർഗമാണ്. തിരിച്ചൊരിക്കലും അടിക്കാതെ, ആയുധം കയ്യിലെടുക്കാതെ, ഒരു പരീക്ഷ വാക്ക് പറയാതെ, എല്ലാത്തരം വിധിക്കു മുമ്പിൽ തല കുനിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത് മരിച്ചു ജയിച്ചു വന്ന ഉജ്ജ്വല മാർഗമാണ് യേശുക്രിസ്തുവിൻ്റെ മാർഗം. അതുകൊണ്ട് നമ്മുടെ ശക്തി ആയുധമെടുക്കുന്നതിലല്ല, ഈ തല കുനിച്ചു കൊടുക്കുന്നതിലാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ വിശദീകരിച്ചാൽ ഒട്ടേറെ ഉണ്ട്. റോമിനെ കുറിച്ചൊരു വിശദീകരണമാവില്ല. കൂടെ ഈ റോം എന്താണെന്ന് അറിയണം. ഈ റോമിൽ കൊലക്കളം എന്നൊരു സ്ഥലമുണ്ട്, കൊലോസിയം, റോമൻ കൊലോസിയം. അതൊക്കെ നെറ്റിലടിച്ചാൽ അത്യാവശ്യം കിട്ടും. നിങ്ങൾ ഇത്തരം കൂടെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് ചോദിക്കണം. ഞാൻ എൻ്റെ എൻജിനൊക്കെ പറഞ്ഞുതരാം. ഇവിടെ കയറണം, സൈറ്റിലൊക്കെ കയറേണ്ട ഒത്തിരി സംഗതികൾ പറഞ്ഞുതരാം. സെർച്ച് എഞ്ചിൻ ഏതായിരിക്കണം എന്നൊക്കെ പറഞ്ഞുതരാം, അത്യാവശ്യം ചില കാര്യങ്ങൾ. അപ്പോൾ അവിടെ കാണാൻ ഈ കാഴ്ചയൊക്കെ. ഇനി അതല്ല, ഇവിടെയൊക്കെ പോയി കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും എന്നെ കണ്ടാൽ മതി, സൗകര്യം ചെയ്തു തരാം, ഒരു കുഴപ്പമില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ റോമിലെ കൊലക്കളം പ്രധാനമാണ്. അതിങ്ങനെ ഒരു വലിയ ഗാലറിയുള്ള ഒരു സംവിധാനമാണ്. അതിൽ വെള്ളം നിറച്ചാൽ അതൊരു സ്വിമ്മിംഗ് പൂളാവും. വെള്ളം പുറത്ത് കളഞ്ഞാൽ അത് നല്ലൊരു ഗ്രൗണ്ടാവും. അതിങ്ങനെ പഠിക്കട്ട. ഇവിടേക്ക് റോമിലെ രാജാക്കന്മാർ വന്നിരിക്കും, പ്രഭുക്കന്മാർ വന്നിരിക്കും. ഈ കടത്ത് കലാപരിപാടികൾ നടക്കുക. ഈ കലാപരിപാടികൾ ക്രിമിനൽ കുറ്റം ചുമത്തിയ നമ്മുടെ ആളുകളെ കൊല്ലാൻ കൊണ്ടുവരും. കൊല്ലാൻ കൊന്നുണ്ടതിലൂടെ വെളിച്ചം വേണ്ടേ? വെളിച്ചമുണ്ടാക്കുന്ന രീതി കിട്ടോ? നിശ്ചിത ഇടങ്ങളിൽ ഇരുമ്പ് തണ്ടുകൾ നാട്ടിവെച്ചിരിക്കുക, ഇരുമ്പ് തൂണുകൾ. ആ തൂണുകളിലേക്ക് മനുഷ്യനെ ചേർത്ത് ബന്ധിക്കും. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ദൈവവൈദങ്ങളെ ചേർത്ത് ബന്ധിച്ചിട്ട് മെഴുകിൽ മുക്കിയ തുണി ശരീരമാസകലം ചുറ്റും. മുകളിൽ വളയമുള്ള ഒരു ഇരുമ്പ് ദണ്ട് വെക്കും. മുകളിൽ തീ കൊളുത്തും. ആ തീ പതുക്കെ പതുക്കെ ദണ്ടിറങ്ങുന്നതിനനുസരിച്ച് കത്തി 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 താഴേക്ക് ഇറങ്ങും.
ആ തീ നിന്നാൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ആളുകളുണ്ട്. കുറേ കഴിയുമ്പോഴേക്ക് മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പും ഇതും കൂടെ ഒരുമിച്ച് നിന്ന് കത്തി കത്തി ഒരു തീപ്പന്തം ഇങ്ങനെ ആടുന്ന കാഴ്ച പോലെ അങ്ങനെ അലച്ച് നൂറുകണക്കിന് ആളുകളെ നിരത്തി നിർത്തി ഈ വെളിച്ചത്തിലാണ് രാത്രിയുള്ള കലാപ്രകടനങ്ങൾ അവരാസ്വദിക്കുന്നത്. ഇതിനിടയ്ക്ക് മനുഷ്യമാംസം കരിയുന്ന ദുർഗന്ധം മാറ്റാൻ സുഗന്ധ ലേപനങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് അന്തരീക്ഷമാകപ്പാടെ മാറ്റും. അതിനൊക്കെ ആളുകളെ നിർത്തിയിരിക്കുക റോമൻ കൊലക്കളത്തിൽ. മനുഷ്യ ശരീരം ജീവനുള്ള മനുഷ്യനെ തലകീഴാക്കി കുതിരകളുടെ പിന്നിലേക്ക് അതിനെ കെട്ടിയിട്ടിട്ട് തല നിലത്ത് കിടക്കണം, ശരീരം കുതിരയുടെ ദേഹത്ത് കിടക്കണം. എന്നിട്ട് പടയാളികൾ ഒടിച്ചു പോകുക. ഒരു ഫുട്ബോൾ തെറിക്കുന്ന പോലെ ഭക്തൻ്റെ തല ഈ ഓടിപ്പോകുന്ന വഴിക്ക് അടിച്ചടിച്ചടിച്ചടിച്ച് ചിതറി പടിക്കെട്ടുകളിലൊക്കെ കയറി ചിതറി ഇങ്ങനെ മരിക്കണം. അമ്മയുടെ ഒക്കത്ത് മുല കുടിച്ച് കിടക്കുന്ന കുഞ്ഞിനെ പിടിച്ചെടുത്ത് അമ്മയ്ക്ക് മുമ്പിൽ തൂക്കി അടിക്കുക. അവരോട് പറയും യേശുവിനെ തള്ളുക. ഈ കുഞ്ഞിനെ വേണോ കർത്താവിനെ വേണോ? ഒത്തിരി പീഡ. അന്ന് നമുക്ക് ബോർഡൊന്നും വെക്കാനൊക്കെ ഇല്ല. എന്തോ ബോർഡ് വെക്കാനാ? നമ്മളെ തിരിച്ചറിയാനെന്നൊരു വഴിയുണ്ട്. യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ മത്സ്യങ്ങളുടെ ചിഹ്നം പാറയിൽ കൊത്തിയിട്ടിട്ടുണ്ട്. ആരോ പോലിരിക്കുമല്ലോ അതിങ്ങനെ കണ്ട് 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 യാത്ര ചെയ്ത് ചെല്ലുമ്പോൾ ആരാധന സ്ഥലം കണ്ടാൽ നടുങ്ങും. AC ഹാളൊന്നുമല്ല, ശവമടക്കുന്ന ശ്മശാനം. പേടിയുള്ളതുകൊണ്ട് മറ്റാളുകൾ അങ്ങോട്ട് വരില്ലല്ലോ, ആ ധൈര്യത്തിൽ പോയതാ. അന്നും പേടിയാ മനുഷ്യന് ഇതൊക്കെ. അങ്ങനെ ഒറ്റപ്പെട്ട മലമുകളിലെ ശ്മശാനത്തിലേക്കാണ് ആളുകൾ ആരാധനയ്ക്ക് പോകുന്നത്. നമ്മുടെ ആളുകൾ, ആ വരുന്ന ആളുകൾ നമ്മുടെ ആളുകൾ തന്നെയോ എന്നറിയാൻ ഒരു കോഡ് ഭാഷയുണ്ട്. എന്താ ഭാഷയെന്ന് കേട്ടോ? പരസ്പരം കാണുമ്പോഴേ വിളിച്ചു പറയും മാറാ നാഥ. അത് കേൾക്കുന്ന ആൾ വിളിച്ചു പറയും അനാഥമ. 2 ഗ്രീക്ക് വേർഡുകളാണ് അർത്ഥം. നമ്മുടെ കർത്താവ് വരാറായി. ഒരാൾ പറയും, കേൾക്കുന്നവൻ പറയും യേശുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. അവർ കരം കൊടുത്ത് അകത്തേക്ക് അടക്കും. അകത്ത് വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കാൻ വെളിച്ചം പോരാ. ഗുഹയ്ക്കകത്ത് വലിയ ഗുഹകളാണ്, വെളിച്ചമുണ്ട്, പക്ഷെ ആ വെളിച്ചം പോരാ. അതിന് ഓരോരുത്തരും ഓരോ കയ്യിൽ മെഴുതിരി കഴിയാണ് വരുന്നത്. അവിടെ വായിക്കാൻ വേണ്ടി മെഴുതിരി കത്തിച്ച് വിശുദ്ധ ലിഖിതം വായിക്കും. അങ്ങനെയാണ് ഈ പള്ളികളിൽ നല്ല പകൽ വെളിച്ചത്തും മെഴുതിരി കത്തിച്ച് വെക്കുന്ന ഈ പണി തുടങ്ങി. എങ്ങനെയാ? ഇങ്ങനെയാ. മാത്രമല്ല അവിടെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ദേവദാസൻ പ്രാർത്ഥിക്കും മുമ്പ് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ അവസരം കൊടുക്കും. അപ്പോഴൊരാൾ എഴുന്നേറ്റ് പറയും, ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡില്ല. കഴിഞ്ഞ ആഴ്ച എനിക്കൊപ്പം വന്ന ആ പ്രിയപ്പെട്ടവനെ ഭരണകൂടം എൻ്റെ മുമ്പിൽ വെച്ച് ചാട്ടക്കടിച്ച് വലിച്ചിഴച്ച് ജയിലറയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാനും മക്കളും പൊട്ടിക്കരയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാനേ മരിക്കൂ, പക്ഷെ യേശു മരിക്കില്ല. ഞാൻ മരിച്ചാൽ നിങ്ങളെ അവിടെ കാണണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ മരിക്കണം. അങ്ങനെ ഉണ്ടായതാണ് ഈ സാക്ഷ്യം പറയുന്ന ഏർപ്പാട്. അത് നമ്മളേത് പരുവത്തിലാക്കിയെന്ന് നമ്മളങ്ങ് ചിന്തിച്ചാൽ മതി. പിടിയിട്ടോ ഇങ്ങനെ പറയുക. എന്നിട്ട് അവർ കരഞ്ഞ് വിഷമിച്ചു പോല്ല. ഇത് കേൾക്കുമ്പോൾ വേറൊരാൾ പറയും, എൻ്റെ ഭർത്താവിനെ വിശക്കുന്ന സിംഹത്തിൻ്റെ മുമ്പിൽ ഇട്ടുകൊടുത്തു. ഭാര്യയെ വേദനിപ്പിച്ച കഥകൾ, കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച കഥകൾ ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്ക് പാസ്റ്റർ എഴുന്നേറ്റിട്ട് പറയും, നൊടിനേരത്തേക്കുള്ള ഈ ലഘുസങ്കടം കഴിയുമ്പോൾ അനവധി തേജസ്സിലെ ഭാഗ്യകരമായൊരു ദിവസമുണ്ട്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നത് നമുക്കേറെ നല്ലത്. ഈ വചനം പറഞ്ഞങ്ങോട്ട് ആശ്വസിപ്പിച്ച് കഴിയുമ്പോൾ ഈ വേദനയൊക്കെ പോയി നല്ല പവറിലാണ് അവരിങ്ങോട്ട് വരുന്നേ. അതുകൊണ്ട് വചനങ്ങൾക്ക് നമുക്കെല്ലാം പറയാം, ജീവിതത്തിൽ ഏത് നഷ്ടം വന്നാലും എൻ്റെ സന്തോഷം കെടുത്തുവാൻ സാത്താൻ ഇടവരാത്ത വിധത്തിൽ, ക്രിസ്തുവിലുള്ള എൻ്റെ ആനന്ദം നശിപ്പിക്കാൻ ഒരു ശക്തിക്കും ഇടവരാത്ത വിധത്തിൽ നീ എന്നെ ഒന്ന് സഹായിക്കണമേ. എനിക്ക് നഷ്ടങ്ങൾ വിഷയമല്ല, എൻ്റെ ആത്മസന്തോഷത്തെ കെടുത്തിക്കളയുവാൻ പിശാചുക്ക് കിടകൊടുക്കാതെ നിന്റെ ആ കരവലയത്തിൽ എന്നെയും സൂക്ഷിക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ വചനത്തെ കൂടെ ഉറയ്ക്കാനാണ് ഞാൻ ഇത്തരം ചില വിഷയത്തിലേക്കൊന്ന് പോയത്. ഇങ്ങനെയുള്ളപ്പോഴാണ് യോഹന്നാനെ പിടിച്ച് പത്മോസിലേക്ക് വിടുന്നത്. നമുക്കൊന്നും രണ്ടും പേരെയാണോ നഷ്ടപ്പെട്ടത്? ആയിരക്കണക്കിന് ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടു ഈ മാർഗത്തിൽ. സ്തോത്രം. ഇന്നും ഏറ്റവും അധികം ആളുകളെ ഈ നാമത്തിൽ നഷ്ടപ്പെടുന്ന ഒരേ ഒരു മാർഗം യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ മാർഗമാണ്. ഹല്ലേലൂയ. അഭിമാനമുണ്ട് നമുക്കതിലൊക്കെ. കാരണം അപ്പോസ്തലൻ നമ്മെ ആശ്വസിപ്പിക്കുക, ആകയാൽ
നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നതിനുമായ യേശുവിനെ നോക്കുക. അപ്പോൾ ഇവിടെ ഇതാ യോഹന്നാനെ യേശു കാണുന്നു. യോഹന്നാൻ ആസയിലെ 7 സഭകൾക്കും എഴുതുന്നു. ആ സഭകൾക്കുള്ള ദൂത് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ആരംഭിക്കുന്നു. ഡീപ് സ്റ്റഡിക്ക് നമുക്ക് പിന്നീട് വരാം. ആ വെളിപ്പാടിലൂടെ കാര്യമായിട്ട് വരണം എങ്കിലേ ഒക്കെ ഉള്ളൂ. അവിടെ 7 ചർച്ചസ് ഉണ്ട്. ആ 7 ചർച്ചസിനും ആലോചന കൊടുക്കുകയാണ്. 7 സഭകൾക്ക് ഉള്ള ഒരു പൊതു സ്വഭാവം ആസയിലെയാണത്. ഈ വെളിപ്പാട് പഠിപ്പിക്കുന്ന സുഹൃത്തുക്കൾ സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു കാര്യം, 7 സഭകൾ സഭാ കാലഘട്ടത്തിലെ 7 ഘട്ടങ്ങളാണ് എന്നൊരു വാദമാണ്. എനിക്ക് അതിനോട് പൊരുത്തമില്ല. അങ്ങനെ നമ്മൾ നിൽക്കുന്നത് 7-ാം ഘട്ടമായ ലവോദിക്കയുടെ ഘട്ടമാണെന്നാണ് ആ വാദം. കാരണം ലവോദിക്കയുടെ ഘട്ടത്തിൽ ഉഷ്ണവാനും ശീതവാനുമല്ലാത്ത ആത്മീകരാണ് ഇന്ന് സഭയിൽ എന്നൊരു വാദമാണ്. വളരെ തെറ്റായൊരു കാര്യമാണ്. കാരണം ഉഷ്ണവാനും ശീതവാനും ഇന്നത്തെ പ്രശ്നമല്ല, എന്നും ഉണ്ട് ഇവന്മാർ. അന്നുള്ളതുകൊണ്ടാണല്ലോ അത് എഴുതിയത്. അന്നും ഉണ്ടവർ. ഈ നിലപാടില്ലാത്ത ആളുകൾ അന്നുണ്ട് ഇന്നുണ്ട്. ഉഷ്ണവാനും ശീതവാനും അല്ല. കള്ള അപ്പോസ്തലന്മാർ അന്നുമുണ്ട് ഇന്നുമുണ്ട്. കള്ളപ്രവാചകന്മാരന്നുമുണ്ട് ഇന്നുമുണ്ട്. ഇസബേലിൻ്റെ ഉപദേശം സ്വീകരിക്കുന്നവരന്നുണ്ട് ഇന്നുണ്ട്. വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാൻ ഉപദേശിച്ചു കളഞ്ഞ ആ വഴി പോയ ഇസബേലിൻ്റെ പഠിപ്പിക്കൽ, ബിലയാമിൻ്റെ അനീതിയുടെ കൂലി കുതിച്ച അനുഭവങ്ങളുള്ളവർ ഇന്നുമുണ്ട് അന്നുണ്ട്. മാത്രമല്ല ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ അന്നുമുണ്ട് ഇന്നുമുണ്ട്. വിശുദ്ധൻ അന്നുമുണ്ട് ഇന്നുമുണ്ട്. രണ്ടും പാരലായി വളർന്നിഞ്ഞ് പോരുകയല്ലേ. അതുകൊണ്ട് സഭയ്ക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ചൊല്ലി നമ്മളെ പറഞ്ഞങ്ങ് ക്ഷീണിപ്പിക്കുക, ഈ കാലത്തിലെ സഭ ഏറ്റവും മോശപ്പെട്ടൊരു സഭയാണ്. അങ്ങനെയല്ലത്, തെറ്റിദ്ധരിക്കല്ലേ. ഫസ്റ്റ് സെഞ്ചുറി മുതൽ ഇതുവരെയുള്ള ചർച്ച് ഒറ്റ പാറ്റേണിൽ പോരുകയാണ്. അതിനൊപ്പം കളകൾ കൃത്യം വളർന്നു വരുന്നുണ്ട്. നെല്ലും പതിരും ഒരു ദിവസം വേർതിരിക്കപ്പെടും. മനസ്സിലായോ? ഇടയ്ക്കൊന്നും ഇങ്ങോട്ട് മാറി ഇന്ന് ജീവിച്ച മുഴുവൻ ആളുകളും ഉഷ്ണവാനും ശീതവാനും അല്ലെങ്കിൽ നമ്മളീ കുറേ പേരിനെ അങ്ങനെ ഉണ്ടെന്ന് കരുതി നമ്മൾ ഈ ഗ്രഹാസ്റ്റൈൽസിനെ പോലുള്ള ഒരു മനുഷ്യനോട് അനീതി ചെയ്യാൻ പറ്റുമോ? മക്കളും താനും ിൻ്റെ സഭയ്ക്ക് ഒരു കോട്ടവുമില്ലാതെ ആ സഭ ഇങ്ങ് പോരുന്നുണ്ടെന്ന് മനസ്സിലാകുന്നല്ലോ. അപ്പം നമുക്ക് പിന്നീട് കാര്യമായിട്ട് പഠിക്കാം. ഞാനതിൻ്റെ ആ പഠന ശൈലി പാസ്വേഡൊന്ന് ആലോചിച്ചിട്ട് സംസാരിക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ ഈ സ്ട്രക്ചർ അടിച്ചങ്ങ് പോവാണ്. എങ്ങനെ വേണം എന്നുള്ള ചില കാര്യങ്ങൾ ഡീപ് സ്റ്റഡിക്കുള്ള ടൂൾസ് എൻ്റെ കയ്യിലുണ്ട്. അത് ആ രീതിയിൽ തന്നെ പോകാം. കാരണം ഈ 2-3 അധ്യായത്തിൽ ഒത്തിരി സംഭവങ്ങളുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ വേണം ബാക്കിയുള്ളവ വിശകലനം ചെയ്യാൻ. അവിടെ നമുക്ക് ഇവിടുന്ന് 2-3 പറയുന്ന പൊതുദൂതുണ്ട്. ബാക്കി പേഴ്സണലി ഉള്ളത് പിന്നെ നാളെ ചെയ്യാം. ഈ പൊതുദൂതുകളുടെ ഒരു പൊതു ഉള്ളടക്കം സമയത്തെന്ന് തോന്നപ്പോഴേക്കും ഒരു പൊതു ഉള്ളടക്കം പൊതു ഉള്ളടക്കം എല്ലാവരോടും ഒരുപോലെ പറയുകയാണ്, ഞാൻ നിന്നെ അറിയുന്നു. എല്ലാവരോടും പറയുക, കർത്താവ് ഞാൻ നിന്നെ അറിയുന്ന ദൈവം. ഇത് രസകരമായ കാര്യം. ഇത് ഒരു സഭയ്ക്കുള്ള ദൂതല്ല. എഫസോസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്നങ്ങോട്ട് പറഞ്ഞിട്ട് തീരുന്നിടത്ത് ഡയലോഗുമായിട്ട് പറയുക, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സഭയോടെന്ന് പറഞ്ഞു തുടങ്ങി, അവസാനം പറയുക സഭകളോട് പറയുക. അവ എഫസോസിനെ കുറിച്ച് തുടങ്ങി കൺക്ലൂഷൻ വരുമ്പോൾ പറയുക സഭകളോട്, സ്മുർണയോട് പറയുക, സ്മുർണാസഭയ്ക്ക് എഴുതുക എന്ന് പറഞ്ഞിട്ട് തീരുമ്പോൾ പറയുക ആത്മാവ് സഭകളോട്. ബഹുവചനത്തിനാ 7 സഭയുടെ ദൂത് 7 സഭകളും ഒരുപോലെ എടുത്തോണം. ചുരുക്കത്തിൽ ഒരു സഭയിൽ 7 വിധ പ്രാതിനിധ്യമുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ.
ലവോദിക്കിൽപ്പെട്ടവൻ, ഫിലദൽഫിയയിൽപ്പെട്ടവൻ, മറ്റ് സ്മുർണയിൽപ്പെട്ടവൻ, അതുപോലെ തുയത്തയിൽപ്പെട്ടവൻ, പെർഗമോസിൽപ്പെട്ടവൻ, ഇതെല്ലാം ഒരുമിച്ച് ദൈവത്തിൻ്റെ സഭയിൽ പലയിടങ്ങളിലായി കൂടുന്നുണ്ട്. ആ യാഥാർത്ഥ്യമാണ് ദൈവത്തിൻ്റെ ജനം മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇന്ന് നമ്മൾ പിരിയുമ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ പഠിച്ച പ്രധാന സംഗതി നിങ്ങളുടെ മനസ്സിലുണ്ട്. അലക്സാണ്ടറുടെ പതനം. അലക്സാണ്ടർ ലോകത്തെ ഒരുക്കി വെച്ചു. എന്തിനു വേണ്ടി? ഒറ്റ ഭാഷയുടെ കീഴിൽ ലോകത്തെ കൊണ്ടുവരാൻ. റോമക്കാർ നല്ല റോഡ് വെട്ടി ഉലകത്തെ മുഴുവൻ അതിൻ്റെ വികാസ തലങ്ങളുടെ അത്തുങ്ങങ്ങളിൽ എത്തിച്ചപ്പോൾ യേശു കർത്താവ് കാലസമ്പൂർണതയിൽ ഇഹത്തിലേക്ക് വന്നു. ഒരു കാര്യം പറഞ്ഞു നിർത്താം. യേശു ജഡം ധരിച്ച് മനുഷ്യനായി ഇഹലോകത്തിലേക്ക് വന്നപ്പോൾ കാലം ഭാഷാപരമായി ഒരുങ്ങി, സാംസ്കാരികമായി ഒരുങ്ങി, മതപരമായി ഒരുങ്ങി. നിങ്ങൾ ഇന്ന് സസൂക്ഷ്മം ലോകത്തിലേക്ക് നോക്ക്, ഒരു കാഴ്ച കാണാം. ലോകം ഒരു ഭാഷയ്ക്ക് കീഴിൽ, ഉലകം മുഴുവൻ ഒരു ഭാഷയ്ക്ക് കീഴിൽ, ലോകത്ത് കിടയറ്റ റോഡുകൾ, നല്ല യാത്രാ സൗകര്യങ്ങൾ, ഓരോയിടത്തും എയർപോർട്ടുകൾ, മനുഷ്യന് ഏറ്റവും വേഗത്തിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? കാലം ഒരു പുതിയ ജീവിതക്രമത്തെ പാലിച്ചൊരു പുതിയ കാലസമ്പൂർണതയിലേക്ക്, ആ കാലസമ്പൂർണതയിലേക്ക് എത്തിക്കഴിയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ജഡധാരണം ചെയ്തതുപോലെ അവൻ ജഡധാരണം ചെയ്തപ്പോൾ ഇതുപോലൊരു കാലമാണെങ്കിൽ രാജ്യത്തിൻ്റെ ഈ സുവിശേഷം മുഴുലോകവും എത്തുവാൻ പാകത്തിന് ലോകം ഇതാ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ മൂർധന്യഘട്ടത്തിൽ നമുക്കൊരു കാഴ്ച കാണാം. നമ്മുടെ കർത്താവ് ഇഹലോകത്തിലേക്ക് വരാൻ സമയം ഏറ്റവും സമാഗതമായിരിക്കുന്നു. അതുകൊണ്ട് യേശു വരാറായി എന്ന ആ ഉറപ്പ് നമ്മുടെ എല്ലാ ഹൃദയത്തിലിരിക്കട്ടെ. അവനോടൊപ്പം പറന്നുയരാൻ സ്വയം സമർപ്പിതരാകാം.